ചാക്കോച്ച ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് ചാക്കോച്ച. ഇരിക്കുന്നോ? ഗുഡ് മോർണിംഗ്. എത്ര പോയി? അത് പറയാണ്ടിരിക്കുക നല്ലത്. ആ തന്നുണ്ടാക്കിയ കാശല്ലേ, കളിച്ചു കള. 10 രൂപ കയ്യിലുണ്ടെങ്കിൽ അത് പലിശയ്ക്ക് കൊടുത്ത് 10,000 ആക്കുന്ന കക്ഷിയോടാ കളിക്കുന്നോന്ന് ചോദിച്ചത്. എന്താടോ മാത്തച്ഛ, എന്താ കാര്യം? എന്തു പറ്റിയിടോ? താൻ ആകെ അപ്സെറ്റ് ആണല്ലോ. അങ്ങനൊന്നുമില്ല. ഉണ്ട്. 10-40 വർഷമായില്ലേ നമ്മൾ നമുക്ക് കാണാൻ തുടങ്ങിയിട്ട്. തന്റെ മുഖത്ത് എഴുതി വെച്ചിട്ടുണ്ട് താൻ അപ്സെറ്റ് ആണെന്ന്. കാര്യം പറ. പറയാം. താൻ എന്നെ ഒന്ന് സഹായിക്കണം, അല്പം കൈവിട്ട് സഹായിക്കണം. സഹായിക്കുമോ? മുഖവരി ഒന്നും വേണ്ട, എന്തു വേണമെന്ന് പറഞ്ഞാൽ മതി. എനിക്കൊരു 30 ലക്ഷം രൂപ വേണം. ജയിലിൽ എത്രയോ ക്രിമിനലുകൾ വർപ്പിച്ച IG മാത്യു വർഗീസിന് ഇത്രയും പറയാനാണോ കയ്യും കാലും പറിച്ചത്? എനിക്കല്ല, എൻ്റെ മകൻ ബേബിക്കാൻ. അവൻ്റെ എക്സ്പോർട്ട് ബിസിനസ്സിൽ ഇത്തിരി നഷ്ടം വന്നു. അത് ഉടനെ പരിഹരിച്ചില്ലെങ്കിൽ ബിസിനസ് ആകെ പൊളിയും. തനിക്കറിയാമല്ലോ, ബേബി അവൻ്റെ ഭാര്യയും തമ്മിൽ ഏതാണ്ട് 1 വർഷത്തോളം പിരിഞ്ഞിരുന്നതാ. ഡൈവേഴ്സിന്റെ വക്ക് വരെ എത്തിയതാ. ഈ ഇടയ്ക്ക് എല്ലാം ഒത്തുതീർപ്പായി ഒരുമിച്ച് താമസാക്കിയത്. അവിടെ വീട്ടിൽ കാശുണ്ട്. പക്ഷെ അത് ചോദിച്ച് അവൻ അറിയാല് ഞാൻ പിന്നെ വലിയ പുതുശ്ശേരിയിൽ IG മാത്യൂസ് ആണെന്ന് പറഞ്ഞ് ജീവിച്ചിരുന്നിട്ട് വല്ല കാര്യമുണ്ടോ? ഇപ്പോഴാണ് താൻ എന്നെ ഒരു സുഹൃത്തായി കണ്ടിട്ടുണ്ടെന്ന് തോന്നിയത്. എന്നതാണേലും എന്നോട് കടം ചോദിക്കാൻ തന്റെ ദുരഭിമാനം അനുവദിച്ചല്ലോ. താൻ അത്ര വലിയ വാചകമൊന്നും അടിക്കണ്ട. തന്റെ മോക്ക് എന്റെ ബോബിയെ ഇഷ്ടമാണെന്ന് പറഞ്ഞപ്പോ താൻ ബ്ലേഡിയാക്കുവാണെന്ന് ആലോചിക്കാതെ 10 കാശ് ചോദിക്കാതെ സമ്മതിച്ചവനാണ് ഞാൻ. അതും അവനോട് പോലും ചോദിക്കാതെ. ഓ, ബോബി തന്റെ പെങ്ങളെ മോനല്ലേ? അവൻ എങ്ങനെയാ തനിക്കെന്നാ? പെങ്ങളെ അല്ല, എന്റെ മോൻ തന്നെ അവനും. അവന്റെ അപ്പനും അമ്മയൊക്കെ ഞാൻ തന്നെയാ. ഈ ജാതി വർത്താൻ ഇനി പറയരുത്. ഞാനൊരു തമാശ പറഞ്ഞല്ലേ. അപ്പൊ കാശ് എങ്ങനെയാ വേണ്ടത്? ചെക്കായിട്ടോ കാഷായിട്ടോ? താൻ തരുവോ? കാശിന്റെ കാര്യത്തിൽ ജാക്കോച്ചൻ തമാശ പറയാറില്ല. എന്നാ ഞാൻ കാലത്ത് വീട്ടിലോട്ട് വരാം. വരുമ്പോ ബോബിയെ കൂടെ കൂട്ടിയിട്ട് വരണം. അവനോട് ഇല്ലേ? ഒന്നുണ്ട്. ആ ബേബിയുടെ കുട്ടികളെ കൊണ്ട് ഷോപ്പിങ്ങിന് അങ്ങോട്ട് പോയിരിക്കുക. തന്റെ മോളും കൂടെ പോയിട്ടുണ്ട്. അവനെ കൊണ്ട് മാത്രമേ ആ തലതെറിച്ചങ്ങളെ മേയ്ക്കാൻ പറ്റൂ. അവന്റെ ശബ്ദം കേട്ടാ പേടിയാ. ശരി, ഓക്കെ. പണം നാളെ തരാമെന്ന് ചാക്കോച്ചൻ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ എന്തെങ്കിലും ഒരു പണയം അയാളത് ചോദിച്ചിട്ടില്ല. എങ്കിലും നമ്മുടെ ഒരു മര്യാദ, ഒരു ഉറപ്പിനെങ്കിലും എന്തെങ്കിലും കൊടുക്കണ്ടേ? നമ്മുടെ വസ്തുവിന്റെയൊക്കെ ആധാരം ബേബി ലോൺ ഗ്യാരണ്ടി ബാങ്കിൽ വെച്ചിരിക്കല്ലേ. അപ്പൊ ലോൺ തീരാതെ അത് എടുക്കാൻ പറ്റില്ല. അതാ ഞാൻ പറയാൻ വന്നത്. ബോബിയുടെ കമ്പനിയുടെ ആധാരം കൊടുത്താലും മതിയായിരുന്നു. ഡാഡിയുടെ കയ്യിലല്ലേ അതുള്ളത്, അതും കൊടുത്താൽ പോരെ? അത് നിനക്കറിയില്ലേ, അവൻ്റെ അപ്പനും അമ്മയും പ്ലെയിൻ ക്രാഷ് മരിക്കുമ്പോൾ അവന് 2 വയസ്സാ. ഞാൻ അവനെ വളർത്തി അവരുടെ സ്ഥാനത്ത് നിന്ന. അതിൻ്റെ സ്നേഹവും ബഹുമാനവും അവൻ എന്നോടും ഈ കുടുംബത്തോടും കാണിക്കുന്നുമുണ്ട്. ഞാൻ ആവശ്യപ്പെട്ട അവൻ സമ്മതിക്കും. പക്ഷെ അവൻ എന്നോടല്ലാതെ എനിക്ക് അവനോടൊരു കടപ്പാട് മോൻ തന്നെ ചോദിക്കുന്ന നല്ലത്. കരിഭൂതത്തിന്റെ കൂടത്തിൽ ഇനി ഡിസിപ്ലിൻ. കരിഭൂതം കൂട്ടിലുണ്ടോ എന്തോ? ദേ വരുന്നു. എല്ലാരും പോയി കൈയും കാലും മുഖവും കഴുകി അത്താഴം കഴിച്ച് മിണ്ടാതെ കിടന്നോണം. ഈ വർഷം കൂടെ ഞാൻ സഹിക്കും. അടുത്ത വർഷം മുതൽ തലതെറിച്ചങ്ങളെ എവിടെങ്കിലും കൊണ്ട് കളഞ്ഞോണം. സ്കൂളിൽ നിന്ന് ഇറക്കി വിട്ടു. എന്നാ വീട്ടിൽ ഇരുത്തി പഠിപ്പിക്കാമെന്ന് വിചാരിച്ചാൽ വരുന്ന മാഷന്മാരെയൊക്കെ ഓരോ വിധത്തിൽ ശല്യം ചെയ്ത് പറഞ്ഞു കൊടുക്കും. ഇതുങ്ങളെ കണ്ടാൽ തന്നെ തലവെരുക്കുക. ഡാഡി ഞങ്ങളെയൊക്കെ കുറെ വിരട്ടി വളർത്തിയതല്ലേ, അതിന്റെ ശിക്ഷയാവും പിള്ളേര് വല്യപ്പച്ചന് വരുന്നത്. വല്യപ്പച്ചനല്ല, കരിമ്പൂതം. അതാണ് അവറ്റകൾ എനിക്കിട്ടിരിക്കുന്ന ഓമനപ്പേര്. കുട്ടികളാവുമ്പോ കുറച്ച് കുസൃതിയൊക്കെ ഉണ്ടാവും. അതെ അതെ, ഒരു 5-6 ദിവസം കൂടെ നിന്നാലറിയാം കുസൃതിയുടെ കടുപ്പം. ഇവരുടെ കയ്യിലിരിപ്പിനെ കുസൃതി എന്നല്ല പറയേണ്ടത്, കുരുത്തക്കേടുന്ന. യുദ്ധം എങ്ങാൻ തുടങ്ങിയാൽ നമുക്ക് ആറ്റം ബോംബൊന്നും വേണ്ട, ഇതുങ്ങളെ അങ്ങോട്ട് ഇറക്കി വിട്ടാ മതി. എതിരാളികൾ ഓടുമ്പോ അവരുടെ കോണോമാല് വടി പോലെ നിൽക്കും. കുറെ ഞാൻ സഹിച്ചു.
ഇനി കൊച്ചുമക്കളാണെന്ന് വിചാരിക്കില്ല. അതുകൊണ്ടോ ഞാൻ സെൻട്രൽ ജയിലിൽ ഇരിക്കുമ്പോ എന്റെ ഡിസിപ്ലിൻ കണ്ടിട്ട് റെസിഡന്റ് അക്സലി സമ്മാനിച്ചാണ് ഇത്. ഞാനിങ്ങ് എടുക്കും. ഇനി ഇവിടെ എന്നാ കുഴപ്പ വാളിന്റെ കഥ വാ. അവിടെ ഇത് കേട്ടിട്ട് അയ്യർ 1947 ഈ വാളിന്റെ കഥ ഞാൻ കേൾക്കാൻ തുടങ്ങിയിട്ട് കൊല്ലം കുറയായി. ഇനി എന്നോട് പറയണ്ട. എനിക്ക് ചിക്കനിൽ ഇത്തിരി ജോലിയുണ്ട്, ഞാനൊന്ന് പോയിട്ട് വരാം. ബേബിച്ചായൻ അപ്പൊ എന്നെ അങ്ങനെയാണോ കണ്ടിരിക്കുന്നത്? അതല്ലടാ മോനെ, ഞാൻ കടത്തിലാക്കിയ കമ്പനിയാ വലിയ റിസ്കോടെ നീ ഏറ്റെടുത്തിരിക്കുന്നു. നിനക്കൊരു 50 ലക്ഷം രൂപയുടെ എക്സ്പോർട്ട് ഓർഡർ കിട്ടിയിട്ടുണ്ടെന്നും അതിനുവേണ്ടി നിന്റെ കമ്പനി സ്വത്തുമൊക്കെ ബാങ്കിൽ വെച്ച് 5-6 ലക്ഷം രൂപ ലോൺ എടുക്കണമെന്നൊക്കെ ഡാഡി പറഞ്ഞു. ബേബിച്ചായൻ അടുത്ത മാസം വരുമ്പോ പണം തിരിച്ചു തരാന്നല്ലേ പറയുന്നത്? ബേബിച്ചായൻ വന്ന ശേഷം പണം കിട്ടിയാലും എന്റെ കാര്യം നടക്കും. അതുകൊണ്ട് എന്റെ കാര്യം അവിടെ നിൽക്കട്ടെ. തൽക്കാലം ബേബിച്ചായന്റെ കാര്യം നടക്കട്ടെ. അത് വേണം. വേണം. എനിക്ക് ഈ ലോകത്ത് ഡാഡിയും ബേബിച്ചായനും മാത്രമാണ്. എന്റെ കയ്യിൽ എന്തുണ്ടോ അത് നിങ്ങളുടെ. എന്റെ സ്വത്തല്ല, എന്നെ വരെ നിങ്ങൾക്ക് വേണ്ടി പണയം വെക്കാൻ ഞാൻ തയ്യാറാണ്. അതിന് എന്നോട് അനുവാദം ചോദിച്ചാൽ എനിക്കിത്തിരി നോവും. ശരി, ചോദിച്ചതിന് മാപ്പ്. എന്താ ഇങ്ങനെ നിന്ന് ഈ സ്വപ്നം കാണുന്നത്? സ്വപ്നത്തിന് ഇത്രയും സുഖമില്ലടോ. താൻ അത് കണ്ടോ? രണ്ടമ്മയുടെ മക്കളാ. പറഞ്ഞാലാരെങ്കിലും വിശ്വസിക്കുമോ? ഇവന്മാരിങ്ങനെ ചിരിച്ചു നടക്കുന്നത് കണ്ട് തന്നെ എനിക്ക് മരിക്കണം. ചായ. ഗുഡ് മോർണിംഗ് സർ. ഗുഡ് മോർണിംഗ്. ഈ സാരി ഡെയ്സിക്ക് തീരെ യോജിക്കുന്നില്ല. ജപ്പാനിൽ എല്ലാവരും കിമോണയാണ് ധരിക്കുന്നത്. എന്റെ ഭാര്യ എന്തുടുക്കണമെന്ന് ഞാൻ തീരുമാനിക്കും. താൻ അവളെ സാരി ഉടുപ്പിക്കാൻ നടന്നാലുണ്ടല്ലോ, തന്റെ മോണ ഇടിച്ച് ഞാൻ കിമോണയാക്കും. ഒരു മാനേജർ. മൈൻഡ് യുവർ വേർഡ്സ്. ഡെയ്സി, ആ സാരിയുടെ മുന്താണി എടുത്തൊന്ന് പോച്ചോ. എന്തിന്? തണുപ്പായതുകൊണ്ടല്ല, ഓരോരുത്തന്മാരുടെ നോട്ടം കണ്ടിട്ട് എനിക്ക് കലി വരുന്നു. അത് പതിവുള്ളതല്ലേ. അച്ഛനൊന്ന് പോയേ. അച്ചായം പോവാം. പിന്നെ വൈകുന്നേരം ഞാൻ ഫോൺ ചെയ്തിട്ട് ഓഫീസിൽ നിന്ന് ഇറങ്ങിയാൽ മതി. വൈകിട്ട് വിളിക്കാനൊന്നും വരണ്ട, ഞാൻ പൊക്കോളാം. ആയുസ് തീർന്നിട്ട് ആർത്തി തീർന്നില്ലേ? എന്തൊരു ഒലിപ്പ്. പെണ്ണുങ്ങളെ കണ്ടിട്ടില്ലേ? ബോറൻ, ആഭാസൻ, ബ്ലഡി ഫൂൾ. 1-ാം തീയതി തരാമെന്ന് പറഞ്ഞതുകൊണ്ടാ ഉണ്ടായിരുന്ന താലിമാല പണയം വെച്ച് 1000 രൂപ ഞാൻ മാനേജറിന് കൊടുത്തത്. ഇപ്പൊ പറയുന്നു അടുത്ത മാസം തരാമെന്ന്. എടോ, താൻ ജപ്പാനിൽ പോയി ചെരുപ്പ് കുത്താൻ പഠിച്ചു എന്നൊക്കെ പറഞ്ഞുകൊണ്ടല്ലേ തന്നെ ഞാൻ മാനേജരാക്കിയത്. താൻ 2 മാസമല്ലേ ആയാലും ഇവിടെ ജോലി കയറിയിട്ട്. അതിനിടെ നാട്ടിലുള്ള സകല പട്ടിയുടെയും പൂച്ചയുടെയും വരെ താൻ കടം വാങ്ങിച്ചു. താൻ ഈ കടമൊക്കെ വാങ്ങിച്ചിട്ട് താൻ മുങ്ങിക്കളഞ്ഞ അവർക്ക് ഞാനായിരിക്കും അവസാനം കൊടുക്കേണ്ടി വരിക. അല്ലെങ്കിൽ തന്നെ ആവശ്യത്തിൽ കൂടുതൽ പ്രശ്നങ്ങളുണ്ട്. നീയൊക്കെ കൂടെ എന്നെ പിച്ച ചട്ടി എടുപ്പിക്കല്ലേ. അടുത്ത മാസം ഇവന്റെ ശമ്പളത്തിൽ ഞാൻ തന്നേക്കാം. കുട്ടി വെക്കുള്ളൂ. ഡെയ്സി, ഒരാൾ പോലെ ഇവന് 10 പൈസ കടം കൊടുക്കരുതെന്ന് പറഞ്ഞേക്കണം. അടുത്ത മാസം 20-ാം തീയതി ആ ഓർഡർ മീറ്റ് ചെയ്തില്ലെങ്കിലേ തന്നെ ആയിരിക്കും ഞാൻ ഇവിടുന്ന് പറഞ്ഞയക്കാം. കുട്ടികളുടെ കാര്യത്തിൽ ഡാഡി ഇടപെടണ്ട. ദേ ഇവൾക്ക് വിട്ടാ മതി. നേരത്തെ ഒരു പ്രാക്ടീസ് ആയിക്കോട്ടെ. അയ്യോ, എന്നെ കൊണ്ട് വയ്യ. ആദ്യം കുറഞ്ഞുള്ള പ്രാക്ടീസ് മതി. ബോബി നോക്കിക്കോളും. അവൻ പറഞ്ഞാലേ അവര് കേൾക്കൂ. മാഷാണല്ലേ? വരൂ. ഇരിക്കൂ, ഞാൻ സ്പെക്സ് എടുക്കുന്നു. സോറി. ഇതൊക്കെയാണ് നിങ്ങൾ പഠിപ്പിക്കേണ്ട കുട്ടികൾ. എല്ലാത്തിനും ഒരുമിച്ച് സ്കൂളിൽ നിന്ന് പേര് വെട്ടി വിട്ടിരിക്കുക. അനുസരണ വളരെ ഉള്ള കൂട്ടങ്ങളാ. ഇങ്ങോട്ട് വാന്ന് പറഞ്ഞ് വിളിച്ചാൽ അപ്പ അങ്ങോട്ട് പോകും. Don't worry. പഠിക്കാൻ ബഹുമിടുക്കന്മാരാ. കുരുത്തക്കേട് പഠിക്കാം. Don't worry. ഇതുവരെ നിങ്ങളെ പോലുള്ള 6 വാദ്യമാരും മനം മടുത്ത് രാഖിരാമാനെ ഇവിടുന്ന് ഒളിച്ചോടി പോയിട്ടുണ്ട്. Don't worry. അവസാനമായിട്ട് വന്നത് കക്കൂസ എന്ന് പറഞ്ഞൊരു സായിപ്പ.
ആ രണ്ടും ഒന്ന് തന്നെ. അയാൾക്ക് കുടിക്കാനുള്ള ചായയില് ഈ കുട്ടിപ്പട്ടാളം എലിവേഷൻ കലക്കി. നല്ല കാലത്തിന് അയാൾ അതറിഞ്ഞ് ജീവനും കൊണ്ടോടി. ഡോണ്ട് വറി. ഇത്രയും പറഞ്ഞെന്തിനാന്ന് വെച്ചാൽ കടുവാക്കൂട്ടിലേക്കാത്താൻ തലയിടാൻ പോകുന്നതെന്ന് അറിയിക്കാനാ. നോ പ്രോബ്ലം. അയ്യേ മാഷ് കാപ്പിയോ ചായ എന്താന്ന് വെച്ചാൽ കൊടുക്ക്. മാഷേ ശമ്പളത്തിന്റെ കാര്യമൊക്കെ ഇതിൽ എഴുതിയിട്ടുണ്ടേ. പിന്നെ കുട്ടികള് സ്വല്പം തലതെറിച്ചത് നിങ്ങളാണ്. ഡോണ്ട് വറി. ഇത് കണ്ടോ, പിടിച്ച പിള്ളേരെ പഠിപ്പിക്കാനുള്ളതാണ് ഈ കിറ്റ്. എന്താണ് അത്? കണ്ടോ, പലതരം പേന കത്തികൾ. ഇതിന്റെ അറ്റം തള്ളവിരൽ ചേർത്ത് വെച്ചുകൊണ്ട് ചന്തിക്കൊരു പിച്ച് വിച്ചാൽ 7 ദിവസം ഇരിക്കാനും നിൽക്കാനും പറ്റില്ല. ഇത് കാന്താരി അരച്ചു തേച്ച് എണ്ണയിൽ പഴുപ്പിച്ചെടുത്തതാ. ഒരടിക്ക് 7 സുഗന്ധമാണ്. ഇത് കണ്ട പാതാളക്കരണ്ടി. ഇത് അണ്ണാക്കിലേക്ക് അമർത്തി വെളിയിലേക്ക് ഒരു വെളി വലിച്ചാൽ നാക്ക് വെളിയിൽ വരും. ഇത് നോക്ക്, തെരണ്ടി വാഴ്ചാട്ട. ഒരടി ഇന്ന് കിട്ടിയാൽ അടുത്ത വർഷം ഇതേ ദിവസം പഴുക്കും. അതായത് ഇന്ന് തെറ്റിക്കുന്ന കണക്കുകൾ എല്ലാ വർഷവും പഴുക്കുമ്പോൾ ഇവരെ മര്യാദക്കാരാക്കിയിട്ടേ ഞാനിവിടുന്ന് പോകും. പക്ഷെ എന്റെ കാര്യത്തിൽ ആരും ഇടപെടരുത്. യു അണ്ടർസ്റ്റാൻഡ്? വാട്ട് അബൌട്ട് യു? നോ. മാസ്റ്റർക്ക് എന്ത് വേണം ചെയ്യാം. ഇവരൊന്ന് നേരെ ജോലിയായി കിട്ടിയാൽ മതി. ഡോണ്ട് വറി. ഓടാടാ, നിക്കടാ അവിടെ. ആഭാസ ഓടാ. ഇവരിൽ ആരുടെ ഭാര്യയുടെ നീ കയറി പിടിച്ചത്? അയ്യോ, നീയൊക്കെ കാരണം മറ്റുള്ളവരുടെ ഭാര്യമാർക്ക് പുറത്തിറങ്ങാൻ വയ്യാണ്ടായാലോടാ. പിടിച്ച് ജാരൻ ജാരൻ. യവൻ ജാറിനൊന്നും അല്ല, ആരുടെ ഭാര്യ വിട്ട് പിടിച്ചിട്ടുമില്ല. യവൻ ഞങ്ങളുടെ കുറെ പണം കടം വാങ്ങിച്ചിട്ടുണ്ട്. എപ്പ ചോദിച്ചാലും ഇല്ലെന്ന് പറയും. ഇപ്പൊ ഇവന് ലോട്ടറി അടിച്ചിട്ടുണ്ട്. ആ കാശ് കൊണ്ട് മുങ്ങാനുള്ള പരിപാടിയാ. സത്യമാണോ ഈ പറയുന്നത്? അതെ. എത്ര രൂപയ്ക്ക്? ടിക്കറ്റ് പോക്കറ്റിലുണ്ട്, നമ്പർ പത്രത്തിലുണ്ട്, ഞങ്ങൾ കണ്ടതാ. ടിക്കറ്റ് എടുക്കണോ? ഇത് പഴയതൊന്നും അല്ലല്ലോ. അല്ലാന്ന്, പത്രത്തിൽ നമ്പറുണ്ട്. ആ ടിക്കറ്റ് ഇങ്ങിതാ. ഇപ്പൊ തന്നെ ലോട്ടറി ഓഫീസ് കൊടുത്ത് കാശ് വാങ്ങി ഞങ്ങളുടെയൊക്കെ കാശ് എടുത്തതിന് ശേഷം ബാക്കി അവര് കൊടുത്താൽ മതി. പക്ഷെ ജപ്പാനിൽ ലോട്ടറി അടിച്ചാലുണ്ടല്ലോ, ഈ ജാതി തരികടന്ന് അവിടെ നടക്കൂല. കടം മേടിച്ച് അവിടെ തിരികെ കൊടുക്കുക വേണ്ട. ജപ്പാനി അച്ഛനെ അളിയാന്നാണ് വിളിക്കുന്നത്. അങ്ങനെയാണോ തന്റെ തന്തയെ താൻ വിളിക്കുന്നത്? മര്യാദക്ക് കാശ് കൊടുക്കുന്നോ അതോ? എന്റെ പൊന്നു ഉണ്ണുണ്ണിച്ചാ, ഞാൻ പറയുന്നത് മുഴുവൻ ഒന്ന് കേക്ക്. നീ ഒരു പുല്ലും പറയണ്ട, പറഞ്ഞോക്കെ മതി. ആ, നിങ്ങൾക്ക് എത്ര രൂപ തരണ്ട്? എനിക്ക് 17,000. എനിക്ക് 14,000. എനിക്ക് 25,000. ബാക്കിയുള്ളവർക്കെല്ലാം ചേർത്ത് 50,000. ഈ ടിക്കറ്റ് ഞാൻ ക്യാഷ് ചെയ്യും. അയ്യോ അച്ഛാ, അതൊട്ടും ശരിയാവില്ല. അതെ ശരിയാവും. ആ, നിങ്ങൾക്ക് കിട്ടാനുള്ള തുകയുടെ മുഴുവൻ ഉത്തരവാദിത്വവും ഞാൻ ഏറ്റെടുത്തിരിക്കുന്നു. ഞാൻ പറയും. എല്ലാവരും മറ്റന്നാ രാവിലെ എന്റെ വീട്ടിൽ വരിക. കാശ് ഞാൻ തരും. അയ്യോ, ഞാൻ പറയുന്നത് നീ ഒന്നും പറയണ്ട പുല്ലേ. ഉണ്ണുണ്ണിച്ചായം പറഞ്ഞാൽ ഞങ്ങൾക്ക് സമ്മതം. ആ, ഓക്കെ. എല്ലാരും പൊയ്ക്കോളൂ. ആ വാ പോ. ഞാനില്ലായിരുന്നെങ്കിൽ അവന്മാരെല്ലാരും കൂടി നിന്റെ ജപ്പാനെ ഇടിച്ച് ഹിറോഷിമ ആക്കിയാനെ. അതുകൊണ്ട് നിന്റെ ജീവൻ രക്ഷിച്ചേനെ. കിട്ടുന്നേ പാതി ഞാൻ എടുക്കും. ബാക്കി കടം വീട്ടിട്ട് വല്ല ഉണ്ടെങ്കിൽ എനിക്ക് വരും. എന്തായാലും ഇത്രയൊക്കെ ആക്കിയ സ്ഥിതിക്ക് ഇനി ഉണ്ണുണ്ണിച്ചാന്റെ ഇഷ്ടം. ഓക്കെ. എത്ര രൂപയാണോ ഫസ്റ്റ് പ്രൈസ്? ഫസ്റ്റ് പ്രൈസ് 50 ലക്ഷം. കിട്ടിയത് 10 രൂപയാ. ഏറ്റവും അടിയിലുണ്ട് ഒറ്റയക്കം. നോക്ക്. ഭാരതം, ഭാരതമല്ല ഭാരതം. ബിരിയാണിയുടെ പായുടെ അടിയിൽ നാ കിടന്നാൽ എന്തു പറയും? ഓടാൻ പറയും സർ. ഓടാൻ പറയും. ആരോട്? നായോട്. ഇല്ലെങ്കിൽ നാ മൂത്രമൊഴിച്ച് പാ വൃത്തിയിടാക്കില്ലേ സർ? ഇവിടെ വേണം, ഇവിടെ വേണം. അധിക പ്രസംഗം തോന്നിയാസം പറയുന്നു. കൈ നോട്ടം. തോന്നിവാസം കാണിച്ചാൽ ഇങ്ങനെയിരിക്കും. ഇത് തുടക്കമാണ്. മാഷെ എത്ര വേണേലും അടിച്ചോ മാഷെ. ഇന്ന് ഒരു ദിവസമല്ലേ ഉള്ളൂ. അതെന്തായാലും നാളെ ഞാൻ ചത്തുപോകും. നീ എന്താണ് ചക്കയെ കരയുന്നത്? സത്യം പറയാ, ഞങ്ങള് പറഞ്ഞു മാഷ് ആരോടും പറയരുത്. പറയണം. മാഷ ക്രിസ്ത്യാനിയാണോ? ആണെങ്കിൽ അതാണ് അറ്റിങ്കു കുരിശുണ്ടാക്കാൻ പറഞ്ഞേ. കുരിശോ? കാര്യം പറയണി. ഇന്ന് രാത്രി മാഷ കൊല്ലും.
ഞങ്ങളുടെ വല്യപ്പൻ കരിമ്പൂതം. അതെന്തിന്? അങ്ങേക്ക് പ്രാന്താ. നേരത്തെ പറഞ്ഞില്ലേ ഡിസൂസ സാറിന് വിഷം കൊടുത്തുന്ന്? അത് ഞങ്ങളല്ല, കൊല്ലാൻ വേണ്ടി കരിമ്പൂതം ചെയ്തതാ. അങ്ങേര് മാത്രമേ വിഷമിട്ടിട്ടുള്ളൂ, ബാക്കി 4 പേരും രാത്രിയായില്ല ഹോളിൽ കണ്ടില്ലേ? ആ വാളും എടുത്തോണ്ട് വരും, ഒറ്റ വെട്ട. രാവിലെ ഒന്നും ഓർമ്മയില്ല, പിന്നെ ആരും അറിയാതെ കുളിച്ചിടും. രാത്രി ദേഹത്ത് അപ്സരി സാഹിബ് കേറുന്നതാ. പന്ന കഴിവറിന്റെ മക്കളെ, നിങ്ങളൊക്കെ പൂച്ച വേലയുണ്ടല്ലോ, അത് എന്റെ അടുത്ത് വേണ്ട കേട്ടോ. ഞങ്ങൾ പറയാനുള്ളത് പറഞ്ഞു, മാഷ് സൂക്ഷിച്ചാൽ മാഷിന് കൊള്ളാം. ഞാൻ സൂക്ഷിച്ചോളൂ കേട്ടോ. പറ പായുടെ അടിയിൽ നാ കിടന്ന എന്താ ഉച്ചരിക്ക? പായുടെ മുകളിലല്ലേ സാർ നാ കിടക്ക? എന്താണ് ചിരിക്കുന്നത്? ഒന്നുമില്ല. Laughing while eating is a bad habit. അല്ലാണ്ടി നമ്മുടെ ഭിത്തിയിലിരിക്കുന്ന വാളിനെ പിടിയൊറേ മാത്രമേ ഉള്ളൂ. ആര് പറഞ്ഞു? മാഷ്. മാഷ് പറയുവാ ഒക്കെ പുഴുവാ, ചുണ ഉണ്ടെങ്കിൽ ആ വാളൊന്ന് കാണിക്കട്ടേന്ന്. ഞങ്ങൾ അസ്ലി സായിപ്പ് കൊടുത്താന്ന് പറഞ്ഞപ്പോ അസ്ലിന്നൊരു സായിപ്പേ ഇല്ലെന്നാ പറഞ്ഞു മാഷ്. കഴിച്ചിട്ട് പോണം. എന്റെ അമ്മയെ പിള്ളേര് വന്നേ നേരാണല്ലോ, കാലമാണ് വാളും കൊണ്ടാണല്ലോ വരുന്നത്. ഞാൻ തുറക്കൂല, തുറക്കൂലട പട്ടി. അച്ഛനൊരു സായിപ്പുണ്ടോന്നും അയാളുടെ വാളിന് പിടി മാത്രമല്ല മൂർച്ച ഉണ്ടോന്ന് നേരിട്ട് കണ്ടോടോ. ചുമ്മാതല്ലടാ നിന്നെ കരിമ്പൂതെന്ന് വിളിക്കുന്നത്. How dare you talk like this? എന്റെ അമ്മേ, ഇത് സായിപ്പ് എന്റെ ബാധ കയറിയില്ല, അല്ലെങ്കിൽ ഇങ്ങനെ ഇംഗ്ലീഷ് പറയില്ല. ഐ നോ ഓപ്പൺ ഷുവർ, തുറക്കൂല. തന്നെ ഈ വാളിന്റെ വില ഞാൻ മനസ്സിലാക്കി തരാം. എനിക്കെല്ലാം മനസ്സിലായടാ ബ്ലഡി പട്ടി, എന്നെ കൊല്ലാൻ കിട്ടൂലടാ. ഇല്ല സായിപ്പ്, കൊലപാതകി എടാ. നിൽക്കൂലടാ, അയ്യോ എന്നെ കൊല്ലാൻ കിട്ടൂലടാ പട്ടി പന്നി, എന്നെ കൊല്ല. പട്ടി പോടാ. എടാ നിനക്ക് നിന്റെ തന്തയ്ക്ക് ഞാൻ എലിമൂത്രം തരുന്നുണ്ടടാ, സൂക്ഷിച്ചോ. അമ്പടാ നോക്കിക്കടാ. എന്തൊക്കെ വീരവാദങ്ങളായിരുന്നു ഇവിടെ. പേനാക്കത്തി, ചൂരൽപ്പിടി, തെരച്ചുവാല്, ഒലക്കയുടെ മൂട്. ഞാൻ പറഞ്ഞില്ലേ സാറേ, പട്ടാളം മുഴുവൻ വന്നാലും ഇതുങ്ങളെ നേരെയാക്കാൻ ഒക്കില്ല. ഡാഡി അല്ലാതെ ആരെങ്കിലും ഇവരുടെ വാക്കും കേട്ടോണ്ട് ആ വാളും എടുത്തോണ്ട് പോവോ? ഇവറ്റകൾ എന്റെ വാളെ തൊട്ട് കളിക്കുമെന്ന് ഞാൻ കരുതിയില്ല. ഇന്ന് തൊട്ട് നിന്നെയൊക്കെ പഠിപ്പിക്കാൻ പോകുന്ന ഞാനാ. തോന്നിയാസം കാണിച്ച കുടിച്ചുകൂടി ഞാൻ എല്ലാത്തിനും. ഞാൻ പറയാതെ പച്ചവെള്ളം കൊടുത്തേക്കരുത്, കൂട്ടിയില്ല എല്ലാത്തിനും. വാ 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 വാ, നടക്ക നടക്ക.
ആരാ? ബോബി മേത്തിന്റെ വീടല്ലേ? അതെ. അദ്ദേഹം ഉണ്ടോ? ഓഫീസിലാ. ആരാ? ബോബിയെ കാണാൻ വന്നതാ. എന്താ കാര്യം? എനിക്കൊരു കാര്യം പറയാനുണ്ട്. ഹലോ ബോബി, കോൾ ഫോർ യു. ഹലോ. നിന്നെ കാണാൻ ഒരു പെണ്ണ് വന്നിട്ടുണ്ട്. ആരെ? പഴയ പരിചയക്കാരി കാണാൻ വന്നിരിക്കുക. എന്നെ? ആ, ഒരു കൊച്ചുണ്ട്. നിനക്ക് എവിടെ അറിയാവോ? ഇവിടെ അറിയുമോ? എനിക്ക് അറിയില്ല. ആരാ? എന്താ കാര്യം? നിങ്ങൾ തമ്മിൽ സ്നേഹമായിരുന്നെന്നും നിനക്ക് ഇവളിലുണ്ടാകാൻ ഈ കുട്ടി എന്നുമാണ് ഇവള് പറയുന്നത്. എന്റെ കുട്ടിയാ? പച്ചക്കള്ളാണ് ഡാഡി ഇവള് പറയുന്നത്? അല്ല, സത്യമാണ്. നീല, നീ വെറുതെ. അപ്പൊ നിനക്ക് അവിടെ പേരറിയാം? പേര് പേര് പണ്ടും ഞാൻ ലോ കോളേജ് പഠിച്ചോണ്ടിരുന്നപ്പം ഇവളവിടെ പഠിക്കുന്നുണ്ടായിരുന്നു. നേരത്തെ അറിയില്ലെന്ന് പറഞ്ഞു? ആരും പറഞ്ഞു. അത് പെട്ടെന്ന് കണ്ടപ്പോ എനിക്ക് മനസ്സിലായില്ല. ഇപ്പൊ നിനക്ക് എന്തൊക്കെ മനസ്സിലായി? ഡാഡി, ഞങ്ങൾ ഒരുമിച്ച് പഠിച്ചു എന്നല്ലാതെ അതിൽ യാതൊരു ബന്ധമില്ല. ഇതൊന്നും എന്റെ ഒന്നുമല്ല, സത്യം. ഒരു നിമിഷം. To my darling Nina, my hunger for you can never read the miles between us. നിനക്ക് ഇത്രയൊക്കെ ഇംഗ്ലീഷ് അറിയാം? ഡാഡി, ഇതൊന്നും എന്റെ അല്ല ഡാഡി. ഈ കയ്യേഷ ഒപ്പ് നിന്റെ അല്ലേ? ഇതോ? അത് ഇത് എന്റെയാണ്. അതെ. ഇതിനർത്ഥം നീ ഇവളും തമ്മിൽ സ്നേഹമായിരുന്നല്ലേ? എന്നാടാ നാ പറഞ്ഞിപ്പോയോ? ഡാഡി, സത്യം ഞാൻ പറയാം. സ്നേഹമായിരുന്നു എന്നല്ലാതെ ബാക്കി ഈ പറയുന്ന മുഴുവൻ കള്ളാ. 3 വർഷം മുമ്പ് കോളേജ് കഴിഞ്ഞ കഥയാണിത്. ഇത്ര നാൾ ഇവിടെ എവിടെയായിരുന്നു? കോളേജിൽ നിന്ന് പോകുമ്പോ ഞാൻ ഗർഭിണിയായിരുന്നു. അപ്പനോട് അമ്മയോട് പറഞ്ഞിട്ട് എന്നെ വന്ന് വിവാഹം കഴിക്കാമെന്ന് ഇയാൾ പറഞ്ഞു. ഞാനങ്ങനെ പറയില്ല. എനിക്ക് അപ്പനമ്മ ഇല്ലല്ലോ. ഇപ്പൊ മനസ്സിലായില്ല എന്നുള്ളതാണ്. ഉണ്ടെന്നാണ് എന്നോട് പറഞ്ഞത്. ഇല്ലാത്ത ഉണ്ടെന്ന് പറയും. നീ മിണ്ടരുത്. കുട്ടി പറയൂ. കത്തുകൾക്ക് മറുപടി കിട്ടാതായപ്പോ ഞാൻ ബോംബെയിൽ അന്വേഷിച്ചു. അവിടെയാണ് അപ്പനും അമ്മയും താമസിക്കുന്നതെന്ന് പറഞ്ഞ് ഒരു അഡ്രസ് തന്നു. ഞാൻ ബോംബെ ഇതുവരെ കണ്ടിട്ട് പോലുമില്ല. ഇപ്പൊ മനസ്സിലായില്ല ഡാഡി ഇവള് കള്ളമാണ് പറയുന്നത്. അതെനിക്ക് മനസ്സിലായത് അന്വേഷിച്ച് ബോംബെ ചെന്നപ്പോഴാണ്. അങ്ങനെ ഒരു അഡ്രസ്സേ ഇല്ല. പിന്നെ ഞാൻ കൽക്കട്ടയ്ക്ക് പോയി. കൽക്കത്തയിൽ ബേബി മാത്യു എന്നൊരു ജ്യേഷ്ഠനുണ്ടെന്ന് പറഞ്ഞിരുന്നു. അവിടെ അന്വേഷിച്ചപ്പോ അദ്ദേഹം അവിടുന്ന് പോയി എന്ന് പറഞ്ഞു. അദ്ദേഹത്തിന്റെ കുറെ സുഹൃത്തുക്കളുടെ സഹായത്തോടെയാണ് ഈ അഡ്രസ് കണ്ടുപിടിച്ചത്. കോളേജിൽ വെച്ച് ഞാൻ എന്തെങ്കിലും തമാശ പറഞ്ഞു പറഞ്ഞ് വല്ലവന്റെ കൊച്ചിന്റെ തന്ത അവന്റെ കിട്ടില്ല. ഈ കുഞ്ഞിന്റെ മുഖത്ത് നോക്കി അത് പറയാൻ ബോബയ്ക്ക് കഴിയോ? ഞാൻ നിന്റെ തന്ത അല്ല. മതിയോ ബോബി? ഡാഡി, ഡാഡി ഇതിലിടപെടണ്ട. ഇവള് വേറെ ദുരുദ്ദേശമാണ് വന്നിരിക്കുന്നത്. അയ്യേ, രണ്ടിനെ പിടിച്ച് പടിക്ക് പുറത്താക്കി പട്ടി അയച്ചു. പട്ടിയും പൂച്ചയൊന്നും അഴിക്കണ്ട, ഞങ്ങൾ പൊയ്ക്കോളാം. പക്ഷേ ഗേറ്റ് വരെ പോവും. അവിടെ ഞാൻ സത്യാഗ്രഹം ഇരിക്കും. എന്തിന്? എനിക്കും എന്റെ കുഞ്ഞിന് നീതി കിട്ടുന്നത് വരെ ഞാനൊരു പ്രക്കാരം. കുട്ടിയോടെ നിൽക്കൂ. അവള് പോയി ഇരിക്കട്ടെ ഡാഡി. 19 വർഷം കൊണ്ട് ഞാൻ കഷ്ടപ്പെട്ടുണ്ടാക്കിയെടുത്ത അന്തസ്സും അഭിമാനം മാത്രമേ ഉള്ളൂ ബാക്കി. അതുകൂടെ കളഞ്ഞു വിളിക്കണോ നിനക്കൊക്കെ? പുതുശ്ശേരി വീടിന്റെ പടിക്കൽ ഒരു പെണ്ണ് അവിടെ കൊച്ചിന്റെ തന്തയ്ക്ക് അവകാശം പറഞ്ഞ് കുത്തിയിരുന്നാലേ ഞാൻ പിന്നെ ജീവിച്ചിരിക്കണോടാ. ഡാഡി, നീ ഒന്നും പറയണ്ട. തൽക്കാലം ഇവിടെ നിന്ന് പോയാൽ മതി. ഇവിടെ കാര്യം ഞാൻ നടക്കണം. ഡാഡി, ഇവിടെ പോകാനാ പറഞ്ഞ് ഇറങ്ങിപ്പോടാ. ഇനിയിപ്പോ ഇതിന്റെ കാര്യം എങ്ങനെ? അങ്ങനെ 6 ദിവസം കഴിഞ്ഞു. നാളെ 7. മറ്റന്നാൾ രാവിലെ 9 മണിക്ക് മുമ്പ് അവളെ കൊണ്ട് ഐ ലവ് യു എന്ന് പറയിപ്പിച്ചില്ലെങ്കിൽ ഞങ്ങൾ നിന്റെ തലയും മുട്ടയടിക്കും. ഒരു തരം മീശകൾ. യവനൊരു കാസനോവ.
ആ പെണ്ണിനെ കണ്ടപ്പോഴേ ഞാൻ പറഞ്ഞതാ അവൾ പറയുന്ന കേസല്ല. അല്ലെങ്കിലേ ഇപ്പോഴത്തെ പെൺപിള്ളേർക്ക് ജാട കുറെ കൂടുതല. അതിന്റെ കൂടെ സുന്ദരിയാണെന്ന് ആരെങ്കിലും കൂടെ പറഞ്ഞാൽ ഞാൻ അതല്ല ആലോചിക്കുന്നത്. മറ്റന്നാൾ രാവിലെ ഇവനെ കാണാൻ ഭയങ്കര വൃത്തികേടായിരിക്കും. ഹലോ, ഞാനാ ബോബി. കുറെ നാളായി ഞാൻ നിന്റെ പുറകെ നടക്കുന്നു. നാളെ ഞാൻ അവസാനിപ്പിക്കാൻ പോവാ. കാലത്ത് നീ കോളേജിൽ വരുമ്പോ ഞാൻ നിന്റെ അടുത്ത് വരും. അപ്പൊ നീ എന്നോട് ഐ ലവ് യു എന്ന് പറഞ്ഞിരിക്കണം. തനിക്കെന്താ വട്ടുണ്ടോ? നീ പറഞ്ഞില്ലെങ്കിൽ എനിക്ക് വട്ടുവരും. എല്ലാവരുടെ മുമ്പിൽ വെച്ച് ഞാൻ നിന്നെ പിടിച്ച് കിസ് ചെയ്യും. ഇതെന്റെ പ്രസ്റ്റീജിന്റെ പ്രശ്നമാണ്. എന്ത് കോൺസിക്വൻസ് വന്നാലും ഞാൻ നേരിടാൻ തയ്യാറാണ്. സത്യമായിട്ടും കിസ് ചെയ്യുവേ. ബെറ്റ് വെച്ചാ ബെറ്റായിരിക്കണം. എല്ലാരും കാശ് കൊടുത്തോണ്ട് എന്റെ പറയാ. ഞാൻ ഇപ്പൊ കേൾപ്പിച്ചു തരാം. വാ. ഒരക്ഷരവും ബോബി മിണ്ടിയില്ല. ഒരു പ്രകോപനം കൂടാതെയാണ് നീന ബോബിയെ തല്ലിയത്. സാറ് കണ്ടതല്ലേ? അതെ, അയാൾ വെറുതെ അടുത്തൂടെ കടന്നു പോയത്. അപ്പോഴാണ് ഈ കുട്ടി അയാളെ തല്ലിയത്. ഞാൻ കണ്ടു. ഇത്രയും വിറ്റ്നസ്സുകളുള്ള സ്ഥിതിക്ക് തന്റെ ഒരു വാദത്തിനും ന്യായമില്ല. ഒരു പുരുഷനെ അപമാനിക്കാവുന്നതിന്റെ അങ്ങേയറ്റമാണ് താൻ കാണിച്ചത്. പബ്ലിക്കായി അയാളോട് താൻ മാപ്പ് പറയണം. ഇല്ലെങ്കിൽ തന്നെ ഇപ്പൊ ഞാൻ ഇവിടുന്ന് ഡിസ്കസ് ചെയ്യും. നീനയല്ല, ഞാനാണ് മാപ്പ് ചോദിക്കേണ്ടത്. മറ്റാരും കേട്ടില്ല എന്നേ ഉള്ളൂ. ഞാൻ നീനയോട് അനാവശ്യം പറഞ്ഞതുകൊണ്ടാണ് അവൾ എന്നെ തല്ലിയത്. ഇങ്ങനൊരു രംഗം ഉണ്ടാക്കിയതിന് കോളേജ് അധികൃതരോടും നീനയോടും ഞാൻ മാപ്പ് ചോദിക്കുന്നു. ആദ്യം മുടി വെട്ടും, എന്നിട്ട് മീശ. അല്ല, ആദ്യം നമുക്ക് ഒരു സൈഡിൽ മീശ എടുക്കാം. പിന്നെ കൊള്ളാങ്കി ബാക്കി എടുക്കാം. അതായിരുന്നു തുടക്കം. പിന്നെ ഒരു യൂഷ്വൽ കോളേജ് ലവ് അഫെയർ, അത്രയേ ഉള്ളൂ. ഇപ്പൊ എവിടുന്ന് ഒരു കൊച്ചിനെ കെട്ടിയെടുത്തോണ്ടുള്ള ഈ വരവ് എനിക്ക് മനസ്സിലാകാത്തത്. എന്നിട്ട് എങ്ങനെയാ പിരിഞ്ഞത്? ഡെയ്സി വരണമെന്നില്ല, ഞാൻ തനിച്ചു പോവാം. ഞാൻ കൂടെ വരാം. താൻ എന്നെ ഒരു നല്ല സുഹൃത്തായി കരുതിയിരിക്കുന്നുണ്ടല്ലേ? എല്ലാം എന്നോട് പറഞ്ഞത്. മാത്യുങ്ങളുമായി ഞാനൊന്ന് സംസാരിച്ചു നോക്കട്ടെ. ഇവിടെയാണോ താക്കോലിരിക്കുന്നത്? ഞാൻ വെച്ചേരാം. ഇവൻ പറയുന്നു വിശ്വസിക്കുവോ, അവള് പറയുന്നു വിശ്വസിക്കുവോ? ഡേസിക്കറിയോ, എല്ലാ തെളിവുകളുമായിട്ടാ പെണ്ണ് വന്നിരിക്കുന്നത്. ധൈര്യമുണ്ടോ? ഇവൻ അവക്കെ എഴുത്താ. നീനെ നമ്മുടെ പ്രണയവല്ലരി പൂക്കുന്ന ആദ്യത്തെ പൂമൊട്ടിന് എന്ത് വിളിക്കണം? എന്തോന്നാണ് ഈ വല്ലരി? ഈ ചമ്പാവരി പോലെ വല്ലതാണോ? അയ്യടാ, ഞാൻ ആ കുഞ്ഞിനൊരു പേര് കണ്ടുവച്ചിട്ടുണ്ട്, മാല. അത് തന്നെ ആ കൊച്ചിന്റെ പേര്. ഇതുപോലെ 1000 എഴുത്തുകൾ ഇവൻ അവർക്ക് എഴുതിയിട്ടുണ്ട്. അതും കൊണ്ട് അവള് പുറത്തോട്ടിറങ്ങി അവിടെ എന്താ നടക്കാൻ പോകുന്ന അറിയാവോ? ചാക്കോച്ചനറിഞ്ഞാലോ? അയാളുടെ മോളുമായിട്ട് അടുത്ത ആഴ്ച മനസ്സമ്മതം ഉറപ്പിച്ചിരിക്കുക. ആ പെണ്ണറിഞ്ഞ അപ്പ ആത്മഹത്യ ചെയ്യും. അയാൾ ഈ കുടുംബം കുളം തോണ്ടും. ഇവന്റെ കമ്പനി ഉൾപ്പെടെ അയാളുടെ കക്ഷത്തിലായിരിക്കുന്നത്. ജപ്തി നോട്ടീസ് ഓരോന്നും വരാൻ തുടങ്ങും. ബാക്കിയുള്ള മനക്കാട് വേറെ. എല്ലാം കൂടെ ആലോചിക്കുമ്പോ വിഷം മേടിച്ച് നിന്ന് കൂട്ടത്തോടെ ആത്മഹത്യ ചെയ്യുന്നതാ നല്ലത്. അവന്റെ ഇരിപ്പ് കേട്ടില്ലേ? അങ്കിൾ അപ്സെറ്റ് ആവണ്ട.
നമുക്ക് സാവധാനം ആലോചിക്കാം. ഡാഡി, ഞാൻ പറയുന്ന ഒന്ന് വിശ്വസിക്കണം. തൽക്കാലം നിവൃത്തിയില്ല. എന്താ കാര്യം അറിയണോ നിനക്ക്? ആദ്യം നീ പറഞ്ഞവൾ അറിയില്ലെന്ന്, പിന്നെ പറഞ്ഞ് പരിചയം മാത്രമേ ഉള്ളത്, പിന്നെ പ്രേമം, പിന്നെ എഴുത്ത്, പിന്നെ ഒരു കൊച്ചും. എങ്ങനെ വിശ്വസിക്കണം? എന്നാ വിശ്വസിക്കണ്ട. ഞാൻ അവളെ ഇവിടെ ഇറക്കി വിടും. അവളുടെ കള്ളക്കാതെ തൊലി വിളിച്ചു കാണിക്കും. അപ്പൊ വിശ്വസിക്കാനോ? ഇല്ലെങ്കിൽ ഇങ്ങനെ വിളിച്ചോ? ജയിച്ചോടെ നിന്നേ. നീ ഈ കാര്യം പുറത്തു പറയരുത്. നിന്റെ അപ്പനും ഞാനും തമ്മില് ജ്യേഷ്ഠാനുജന്മാരെ പോലായിരുന്നു. കുഞ്ഞിലെ പോലെ നീ ഈ മുറ്റത്ത് കളിച്ചു വളർന്നോളാ. ഈ കുടുംബത്തിന്റെ മാനം നിന്റെയും കൂടാ. പ്രത്യേകിച്ച് നിന്റെ ഭർത്താവ് ഉണ്ണുണ്ണിയോട് മിണ്ടരുത്. അവന്റെ നാക്കിന് വെല്ലും ബ്രേക്കൊന്നും ഇല്ലെന്നറിയാമല്ലോ. ഇവൾ ഇതുവരെ വന്നില്ലേ? സമയം ഇത്രയായല്ലോ. ഓഫീസിൽ ചോദിച്ചപ്പോ അവള് നേരത്തെ വീട്ടിലേക്ക് പോയി എന്നാണല്ലോ പറഞ്ഞത്. ഇവളിത് എവിടെ പോയി? സത്ത് പാട്ടി ചുവന്ന സോക്സ്. ഇത്രയും മതി, ഞാൻ പിടിച്ചോളാം. ബോബി, എനിക്കൊരു കാര്യം പറയാനുണ്ട്. വീട്ടിൽ നിന്ന് ഒരു ടെലിഗ്രാം വന്നിട്ടുണ്ട്. എന്താ കാര്യം? ഒന്ന് ഇറങ്ങി വാ, പറയാം. നീന, ഞാൻ ബേബിച്ചായനോട് നമ്മുടെ കല്യാണക്കാരെ അറിയിച്ചിട്ടുണ്ട്. ബേബിച്ചായൻ ഡാഡിയോട് പറയാന്ന് പറഞ്ഞിരിക്കുക. ഡാഡി അറിഞ്ഞു കഴിഞ്ഞാലുടൻ തന്റെ വീട്ടുകാരെ അങ്ങോട്ടെല്ലാം പറയണം. അവര് സംസാരിച്ചു കഴിഞ്ഞിട്ട് ഞാൻ ഡാഡിയുടെ മുമ്പിൽ പോകത്തുള്ളൂ, കേട്ടോ? നീന, നീന, ബോബി, അവൾ ഇന്നലെ രാത്രി തന്നെ ഹോസ്റ്റലിൽ നിന്ന് പോയെന്ന്. എന്താ കാര്യം? എന്താ കാര്യം? എന്താ കാര്യം? എന്താ കാര്യം? എന്താ കാര്യം? എന്താ കാര്യം? എനിക്കിപ്പോ അറിയണം. എന്ത്? ഒന്നും പറയാതെ ഒരു ദിവസം പോയിട്ട് ഇപ്പൊ ഇവിടെ ഇങ്ങനെ കയറി വന്നതിന്റെ ഉദ്ദേശം എന്താണെന്ന്. എനിക്ക് അപ്പ അങ്ങനെ തോന്നി, ഇപ്പൊ ഇങ്ങനെയും തോന്നി. നിനക്ക് തോന്നും പോലെ തട്ടിക്കളിക്കാൻ ഞാൻ എന്താ പന്താണോ? സത്യം പറ, നിന്റെ ഉദ്ദേശം കുറെ കാശല്ലേ? എത്ര വേണമെന്ന് പറ, തരാം. ഇവിടെ നിന്ന് ഒഴിഞ്ഞു തന്നാ മതി. ആ, അങ്ങനെയാണെങ്കിൽ ഞാൻ പൊയ്ക്കോളാം. എന്താണെന്ന് പറ, ഇപ്പൊ തരാം. പറ. ഒരു 1 കോടി രൂപ തന്നാ ഞാൻ പൊയ്ക്കോളാം. ഓ, അത്ര മതിയോ? എന്താ തീരെ കുറച്ച് പറഞ്ഞ? എനിക്ക് അത്രയും മതി. ഓ, സന്തോഷം. എങ്ങനെ കയ്യിൽ കൊണ്ടുപോകോ അതോ ഞാൻ ഒരു വണ്ടി വിളിച്ചായിരുന്നോ? ഈ കുഞ്ഞ് ഇവിടെ വളരുന്നത്ര സൗകര്യത്തിൽ തന്നെ എനിക്ക് വളർത്തണം. 10 പൈസ തരാൻ നിന്നെ എവിടെ ഇറക്കി വിടാൻ എനിക്കറിയാം. തൽക്കാലം എന്റെ മുറി ഇറങ്ങാൻ. ഞാൻ എന്തിന് ഇറങ്ങണം? ഇത് എന്റെ മുറിയാ. ഭർത്താവിന്റെ മുറിയിലല്ലേ ഭാര്യ കിടക്കുക. ഭർത്താവിന്റെ എന്റെ ക്ഷമ നീ പരീക്ഷിക്കരുത്. ഡാഡിയെ ഈ മുറി കിടന്നോളാൻ പറഞ്ഞത്. ഞങ്ങൾ ഇവിടെ തന്നെ കിടക്കും. മനുഷ്യനെ കിടന്ന് ഉറങ്ങാനും സമ്മതിക്കില്ല. അടുക്കളയിൽ ഇത്തിരി പാലുണ്ടാവോ? കൊച്ചെന്നെ അല്ലേ, അങ്ങോട്ട് എടുത്തു വെച്ച് കൂടെ. അച്ചായോ? കൊച്ചിന്റെ അച്ഛൻ അച്ചായൻ തന്നെ ആണോ? കിന്നാരം ചോദിക്കുന്നോ? എല്ലാവരും കൂടെ വലിച്ചു വരെ ഏറി വെച്ചേരും. കൊച്ചിന്റെ അച്ഛൻ
Give it, Sonny. Good. Well done, my boy. ഞാൻ എന്തെടുത്തെറിഞ്ഞാലും നീ അതെടുത്ത് എന്റെ കൊണ്ട് തരണം. ഓക്കേ? പട്ടിയും കളിപ്പിച്ചോണ്ട് നിൽക്കുന്നേ ഉള്ളോ? ഓഫീസില്ലേ? നായ്ക്കളെന്നൊക്കെ പറഞ്ഞ നന്ദിയുള്ള ജാതിയാ, വഞ്ചിക്കയില്ല. ഇന്നലെ നീ എന്താ ലേറ്റ് ആയത്? ഓഫീസിൽ ഒരല്പം വർക്ക് കൂടുതലുണ്ടായിരുന്നു. ഞാൻ അവിടെ വന്നപ്പം നിന്നെ കണ്ടില്ലല്ലോ. ഞാൻ ഫീൽഡിൽ പോയിരുന്നു, വർക്കേഴ്സിന് കൂലി കൊടുക്കാൻ. നീ എന്നിട്ട് ഇവിടെ വന്നിട്ടാണോ പോയത്? ഇതെന്താ പോലീസ് സ്റ്റേഷനോ? വന്നോ പോയോന്നൊക്കെ ചോദിക്കാൻ? എനിക്ക് നേരായി, ഞാൻ പോണു. പോലീസ് സ്റ്റേഷനും കോടതിയും കൊണ്ടൊന്നും അവസാനിക്കില്ല. അവനെ ഞാൻ പിടിക്കും. ഉണ്ണുണ്ണിയുടെ തനി നിറം നീ എപ്പോഴേ അറിയും. നിങ്ങളെ പറ്റിക്കാണോ? 2 ദിവസം കാശ് തരാമെന്ന് പറഞ്ഞിട്ട് മഷിയിട്ട് നോക്കിട്ട് തന്നെ കാണുന്നില്ലല്ലോ. ഇപ്പൊ ഞങ്ങളുടെ കാശ് കിട്ടണം. എന്റെ ദൈവം ഇതൊരു പുലിവാലായല്ലോ. ഞാൻ സത്യം പറയാം, വെറും 10 രൂപയാണ് ലോട്ടറി അടിച്ചത്. സംശയമുണ്ട് അവരോട് ചോദിക്കാം. ആഹാ, ഞങ്ങൾ ചോദിച്ചപ്പോ അവൻ പറഞ്ഞ 1 ലക്ഷം രൂപ അടിച്ചതെന്ന്. അയ്യോ മഹാഭാവി, അവൻ അങ്ങനെ പറഞ്ഞോ? അവന്റെ കയ്യിൽ നിന്ന് താൻ ടിക്കറ്റ് വാങ്ങിക്കുന്നത് ഞങ്ങൾ കണ്ടതാ. മര്യാദയ്ക്ക് കാശ് തന്നില്ലെങ്കിൽ പിടിച്ച വരി കേസിന് പോലീസ് കംപ്ലൈന്റ് ചെയ്യും, കോടതി സാക്ഷിയും പറയും. അതൊന്നും വേണ്ട, കാശ് ഞാൻ തരാം. പക്ഷേ ഞാൻ ഇപ്പൊ ഇത്തിരി ടൈറ്റാ. അടുത്ത വ്യാഴാഴ്ച വന്നാ എല്ലാവരുടെ കാശും ഞാൻ തരാം. ഇത് അവസാനത്തെ അവധിയാ. ഞാൻ തരാം. കാപ്പി കുടിക്കുന്നു. കാപ്പി വേണ്ട, കാശ് മതി. ശരി, കാശ് തരാം. എന്താടോ പുറത്തിരിക്കാവെന്ന് പറഞ്ഞത്? ഇത്തിരി നല്ല വായു ശ്വസിക്കാമല്ലോ. മോളോട് നിന്ന് ഒരു കാര്യം പറയാനുണ്ട്. അവിടെ മുറിയുടെ ജനലും വാതിലൊക്കെ മുറുക്കി അടച്ചേക്കണം. ആ കൊച്ചിന്റെ കീറ്റിൽ പുറത്ത് വെക്കരുത്. പിന്നെ അവളിങ്ങോട്ട് വരാതെ നോക്കണം. അഥവാ ആരെങ്കിലും വിളിച്ചാൽ ഇല്ലെന്ന് പറഞ്ഞേര്. ചില ആവശ്യമില്ലാത്ത ഫോൺ കോൾ വരും. ഇല്ലെന്ന് പറഞ്ഞേക്കാൻ പറഞ്ഞ. ഇതാ അച്ഛൻ വന്നല്ലോ. ഇനിയെങ്കിലും ഇറങ്ങച്ചോ. ചോപ്പല്ല. എന്താണോ ഇത്? ചാകണോ അച്ചോ? ചാകണോ? ആർക്ക്? അല്ല, ഷൂസിന്റെ അടി ചാണകം വെച്ചോ. ഇതൊക്കെ പറഞ്ഞിട്ട് വേണ്ടോ പൊക്കാൻ? ഇനി പറഞ്ഞിട്ട് പോക്കാം അച്ചോ. സോറി. ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഇപ്പോഴും എപ്പോഴും സ്തുതിയായിരിക്കട്ടെ. ഉണ്ണുണ്ണി എത്തിയപ്പോ താമസിച്ചു. എന്റെ കുഴപ്പമല്ല. സാറിന് 8 മണിക്ക് പെട്ടിയായിട്ട്. ഉണ്ണുണ്ണി അല്ലവൻ, മണ്ണുണ്ണിയാ. തലക്കകത്ത് മുഴുവൻ മണ്ണ. ഇവന്റെ ഭാര്യ ഡേസി മിടിക്കുക. ഇത് കഴുത. തനിക്ക് ഇവനെ തന്നിട്ട് അവളെ ഞാൻ എടുത്തോളാം. വേണ്ട, എനിക്ക് അവള് തന്നെ മതി. മിടുമിടുക്കുക. ഇനി യവന്മാരെങ്ങാനും ആണോ ചുവന്ന സോക്സ് ഇട്ട് എന്റെ വീട്ടിൽ കയറി? അപ്പൊ മനസ്സമ്മതം അടുത്ത ഞായറാഴ്ച. ബോബിയോട് കൂടെ പറഞ്ഞേക്കാം. ബോബി, ബോബി, അവനോട് പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മളങ്ങ് തീരുമാനിച്ചാ മതി. ചായ. സോറി. പണ്ടത്തെ പോലെ ഒന്നും അല്ലടോ. വിവാഹം സ്വർഗത്തിലൊന്നും അല്ല, ഭൂമിയിൽ തന്നെ ഇഷ്ടപ്പെട്ടവര് പരസ്പരം തീരുമാനിച്ചങ്ങ് നടത്തുക. ചാക്കോച്ചൻ പറഞ്ഞതാ ശരി. ഇഷ്ടമില്ലാത്തവരെ പരസ്പരം കൂട്ടിയിണക്കുന്നത് ശരിയല്ല. അവസാനം വെറുതെ ദുഃഖിക്കേണ്ടി വരും. എന്താ ഞാൻ പറഞ്ഞത് ശരിയല്ലേ? എന്താണോ കാലെ പിടിക്കുന്നത്? അല്ല, കരണ്ടി കിട്ടി. മണ്ണുണ്ണി എപ്പോഴും സ്തുതിയായിരിക്കട്ടെ. മനസ്സമ്മതം ഞായറാഴ്ച ഞങ്ങളങ്ങ് നിശ്ചയിക്കാം. അതൊന്നും എന്നോട് ചോദിക്കേണ്ട കാര്യമില്ലല്ലോ. അതല്ല, സമ്മതം ഇല്ലെങ്കിൽ പള്ളി വരെ പോകണ്ടല്ലോ. ആ ചെലവ് ലാഭിക്കാലോ എന്നാ ചാക്കോച്ചന്. ഒന്നും പറയാൻ പറ്റാത്ത കാലമാ. വിവാഹം കഴിയുമ്പോഴാ ചിലരൊക്കെ അറിയുന്നു ചെറുക്കിന് വേറെ ഭാര്യയും പിള്ളേരും ഉണ്ട്. ബോബി കേട്ടിട്ടില്ലേ? എനിക്ക് 2 കേസ് അറിയാം. ഇവനൊക്കെ എന്ത് ചെയ്യണമെന്നറിയാവോ? വെടി വെച്ച് കൊല്ലണം. മാത്തച്ഛൻ എന്ത് പറയുന്നു? കർത്താവ് ക്ഷമിക്കില്ല അവരോടൊന്നും. വല്ലവന്റെ ഭാര്യയെ തട്ടിക്കൊണ്ടു പോകുന്നതിനോട് കർത്താവ് ക്ഷമിക്കോ അച്ചോ? ഒരിക്കലുമില്ല. എനിക്കതറിഞ്ഞാ മതി. ഞാൻ എന്നാ പോട്ടെ. ഓഫീസിലേക്കല്ലേ? ശരി, പോയിക്കോ. ചുവന്ന സോക്സ്. ഹലോ, ബേബിച്ചാനാ? ഞാനാ ബോബി. ബേബിച്ചാനെങ്കിലും എന്നെ വിശ്വസിക്കണം. പഴയ മറ്റേ കോളേജിലെ നീ തന്നെയാണോ? അതെ ബേബിച്ചാ. നീ അവളെ കെട്ടാൻ തയ്യാറാണെന്നും ഡാഡിയോട് പറയണമെന്നൊക്കെ നീ എന്നോട് പറഞ്ഞിരുന്നില്ലേ? അവളുടെ ഫോട്ടോ നീ എനിക്ക് അയച്ച ഇപ്പോഴും എന്റെ കയ്യിലുണ്ട്. അല്ല, പിന്നെ അവളെ വിട്ടുപോയത് ഞാൻ പറഞ്ഞില്ലേ? ഓ ഓ ഓ
ആ കഥ അത്ര വിശ്വസനീയമല്ലായിരുന്നു. എന്റെ ബേബിച്ച ഒന്ന് ആലോചിക്കണം. ഞാൻ സുശീലയുടെ കാര്യവും സുധയുടെ കാര്യവും കോളേജിലെ പ്രിൻസിപ്പലിന്റെ അനിയന്റെ ഭാര്യയുടെ അനിയത്തിയുടെ കാര്യമൊക്കെ പറഞ്ഞ ഓർമ്മയില്ലേ? നീ ഒന്ന് ആലോചിച്ച് നോക്കിയേ. അങ്ങനെ നീനയായിട്ട് എപ്പോഴെങ്കിലും ഒരു അവധം ഉണ്ടായിട്ടുണ്ടോ? ഇല്ല. ബേബിച്ചാനെങ്കിലും എന്നെ ഒന്ന് വിശ്വസിക്കണം. ഇതൊന്ന് തെളിയിക്കാൻ എന്താ വഴി? ഒരു വഴിയുണ്ട്. ഏയ്, ഗർഭം ഉണ്ടാകാൻ വഴിയില്ല. എന്റെ ദൈവമേ, ഡെയ്സിക്ക് ഗർഭം. വെറുതെ കളിക്ക് തുടങ്ങിയ ബന്ധമാണ് ചേട്ടാ. നിനക്ക് കളിച്ച് ഗർഭം ഉണ്ടാക്കാനാണോടാ എന്റെ ഭാര്യ? അവളുടെ കാര്യം നോക്കണ്ട, നമുക്ക് നമ്മുടെ മാനം രക്ഷിച്ചാ മതി. അപ്പൊ എനിക്ക് മാനമില്ലടാ ദുഷ്ട. എന്തായാലും കുഴപ്പമായി. ഇനി എനിക്ക് എങ്ങനെയെങ്കിലും ഇതിൽ നിന്ന് ഊരിയാ മതി. ഇതിൽ നിന്ന് നീ എങ്ങനെ വേഗം ഊരാന്ന് വിചാരിക്കണ്ട. നിന്നെ ഊരിക്കത്തില്ലടാ തെണ്ടി. നീ ഊരുന്നൊന്ന് കാണട്ടാ. ഇങ്ങനെ ടെസ്റ്റ് നടത്തി അറിയാല്ലേ? ഏയ്, ഒരാൾക്കും അറിയില്ല. ഡെയ്സിക്ക് മാത്രമേ അറിയൂ. അവൾ എന്റെ അടുത്തുണ്ട്. ഇല്ലില്ല, അവൾ ആരോടും പറയില്ല. നമുക്ക് വിശ്വസിക്കാം. ഇങ്ങനെ ഒരു അബദ്ധത്തിൽ ചെന്ന് ചാടുമെന്ന് വിചാരിച്ചില്ല. ശരി, ഞാൻ വെക്കട്ടെ. ഇത്രയും വെച്ചത് പോരാടാ, ഇനിയും വെക്കണോ? എത്ര? 110. എന്ത് പറഞ്ഞു? ഒരു ടെസ്റ്റ് നടത്താൻ പറഞ്ഞു. നമുക്ക് ഹോസ്പിറ്റലിലേക്ക് പോകാം. ഹോസ്പിറ്റലിൽ വെച്ചായ എല്ലാരും അറിയും. ഒരു നേഴ്സിനെയും കൂട്ടി വീട്ടിലേക്ക് പോകാം. ഗർഭമായതും പോരെ, അത് ആരും അറിയാതെ കലക്കാനുള്ള പരിപാടിയാണ്. കർത്താവേ, ഞാൻ എന്തെങ്കിലും കടുക്ക ചെയ്യും. ഈ ടെസ്റ്റിലൊന്നും എനിക്ക് വിശ്വാസമില്ല. നിന്നെ വിശ്വസിപ്പിക്കാനൊന്നുമല്ല. ഇതിന്റെ റിസൾട്ട് വന്നിട്ട് നിന്നെ ഇവിടുന്ന് ചവിട്ടി ഇറക്കിയിട്ട് വേണം എനിക്ക് വേറൊരു പെണ്ണെ കെട്ടി നിന്റെ മുമ്പിൽ കൂടെ ഞെളിഞ്ഞ് നടക്കാൻ. കെട്ടി നോക്ക്, പള്ളി വന്ന് ഞാൻ ബഹളം. എനിക്കറിയാം. അപ്പൊ ഞാൻ ഈ തെളിവ് അവരുടെ മുമ്പിലിട്ട് കൊടുക്കും. നിന്റെ ലവ് ലെറ്ററിനെക്കാളും വില അതിനുണ്ട്. അതിനടുത്ത് മിണ്ടായിരിക്കാൻ പറ. എപ്പോ നോക്കിയാലും കഴിഞ്ഞോളൂ. വെറുതെ എവിടെ കിടന്ന് വഴക്കടിക്കണ്ട. താനിവിടെ പോകും. റിച്ചാർഡ് ഹോസ്പിറ്റലിലെ ഡോക്ടർ ദാനിയൽ തന്നെ ഏൽപ്പിക്കണം. ഞാൻ ഫോൺ ചെയ്ത് പറഞ്ഞിട്ടുണ്ട്. എല്ലാ കാര്യങ്ങളും വിശദമായിട്ട് ചോദിച്ചുകൊണ്ട് വേണം വരാൻ. അത് പിന്നെ പ്രത്യേകം പറയണോ? പട്ടണി പൊട്ടയില്ലാന്നല്ലേ ചൊല്ലേ. പട്ടണൊക്കെ ശരിയാ, പക്ഷെ പട്ടി എന്തൊക്കെ പോയാലാകരുത്. എന്താ റിസൾട്ട് കിട്ടിയോ? കിട്ടി. ഇതെന്താണോന്ന് മനസ്സിലാകുന്നില്ലല്ലോ. ABCD അക്ഷരമാല പോലുണ്ട്. ഒക്കെ ഞാൻ ഡോക്ടർ ഡാനിയലിന്റെ അടുത്ത് ചോദിച്ച് മനസ്സിലാക്കി. എന്നിട്ട് സംഗതി ഒരു പ്രശ്നമില്ല, ഒന്നും പേടിക്കാനും ഇല്ല എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞില്ലേ, ദൈവം എന്റെ കൂടെ. ആദ്യ ഗ്രൂപ്പ് നോക്കാം. തന്ത എയും തള്ള ഓയും ആണെങ്കിൽ കുഞ്ഞ് എയോ ഓയോ ആയിരിക്കും. പക്ഷെ കുഞ്ഞ് എയും അല്ല ഓയും അല്ല. ഒന്നും പേടിക്കാൻ മാറി കേക്ക്. എന്നിട്ട് പിന്നെ നെഗറ്റീവും പോസിറ്റീവും നോക്കി. അതായത് തന്ത നെഗറ്റീവും തള്ള നെഗറ്റീവും ആണെങ്കിൽ കുഞ്ഞിന് നെഗറ്റീവ് ആയിരിക്കണം. പക്ഷെ നമ്മുടെ കുഞ്ഞ് നെഗറ്റീവ് അല്ല. അപ്പൊ പിന്നെ ആ കാര്യത്തിൽ ഒട്ടും പേടിക്കും. ഇപ്പോഴെങ്കിലും ഡാഡിക്ക് എന്നെ വിശ്വാസമല്ലോ. താൻ വെറുതെ കിടന്ന് പോകാതെ ഡോക്ടർ എന്ത് പറഞ്ഞു പറയണോ? ഡോക്ടർ പറഞ്ഞു ഒന്നും പേടിക്കാനില്ല. തള്ള A പോസിറ്റീവും തന്ത B പോസിറ്റീവ് ആണെങ്കിൽ കുഞ്ഞ് AB പോസിറ്റീവ് ആയിരിക്കണം. അപ്പൊ അത് അങ്ങനെയാണോ എന്ന് പരിശോധിച്ചപ്പോ അങ്ങനെയാണ്. വ്യക്തമായിട്ട് പറയണോ? വ്യക്തമായിട്ട് പറയുകയാണെങ്കിലേ കുഞ്ഞിന്റെ തന്ത ദേ ഈ നിൽക്കുന്ന പാർട്ടി തന്നെ. ഇങ്ങനെ ഒരിക്കലും സംഭവിക്കില്ല. ഇയാളെ പറഞ്ഞു വിട്ടപ്പോഴാണ് ഞാൻ ചോദിച്ചാ പപ്പ എന്ന് പറഞ്ഞു വരുന്നത്. കുഞ്ഞിന്റേതായത് എന്റെ കുറ്റം കൊണ്ടൊന്നുമല്ല. പേടിക്കാവുന്നില്ല പലരും പാടിയതോ. ഞാൻ കുഞ്ഞിന് എന്തെങ്കിലും അസുഖം ഉണ്ടെന്ന് ഡോക്ടറോട് എടുത്തെടുത്ത് ചോദിച്ചത്. അപ്പൊ ഡോക്ടർ പറഞ്ഞു ഒന്നും പേടിക്കാനില്ല. അതുകൊണ്ടാണ് ഞാൻ അതിവിടെ വന്ന് പറഞ്ഞത്. വ്യക്തമായിട്ട് തന്നെ ചോദിച്ചു. അതല്ല ആ കടലാസ് അപ്പൂപ്പിന്റെ പേരുണ്ട്, അച്ഛന്റെ പേരുണ്ട്, പേരുണ്ട്. ക്ഷണിക്കേണ്ട ഒരു ലിസ്റ്റ് തയ്യാറാക്കുകയാണ്. അതാണ് കടലാസ്. അല്ല, ഇത് റേഷൻ കാർഡിനുള്ള അപേക്ഷയാണ്. ഇതേതാ പോയ പെൺകുട്ടി? അത് നീന, കുട്ടികളെ പഠിപ്പിക്കാൻ. പിന്നെ ഞാൻ വന്നത് കാഞ്ഞിരപ്പള്ളിക്കാര് നാളെ കാലത്തെ ഇങ്ങോട്ട് വരാം. ഏത് കാഞ്ഞിരപ്പള്ളിക്കാര്? ജയയുടെ ചെറുക്കന്റെ വീട്ടുകാര്. ഓ, കാഞ്ഞിരപ്പള്ളിക്കാര്. ജയയുടെ ഇങ്ങോട്ട് വിളിച്ചിട്ട് ഫോൺ കിട്ടുന്നില്ല എന്നും പറഞ്ഞ അവരെന്നെ വിളിച്ചു. ഫോൺ അത് പറയാനാണ് ഞാൻ വന്നത്. ഞാൻ പോട്ടെ, ഓഫീസിൽ ഒരുപാട് പണിയുണ്ട്. എക്സ്ക്യൂസ് മീ, ഞാൻ ചാക്കോ. നാളെ എന്റെ മകളുടെ മനസ്സമ്മത. നീനയും പള്ളി വരണം. ഈ വീട്ടിലെ ഒരു അംഗം എന്ന നിലയിൽ ഞാൻ ക്ഷണിച്ചില്ല എന്ന് വേണ്ട. ഓക്കെ. ഇവിടെ വരേണ്ടവരോടൊക്കെ പള്ളി വരാൻ പറയാം, അല്ലേ ഡാഡി?
ഇങ്ങോട്ട് വരാതിരിക്കാൻ കാരണം പറയണ്ടേ? മിറ്റം മുഴുവൻ ചെളിയെന്ന് പറഞ്ഞാൽ തലയ്ക്കകത്താ ചെളി. ഒരു റിപ്പോർട്ട് കൊണ്ടുവന്നിരിക്കുന്നു. തായിരുന്നല്ലോ, വേറെ അതല്ല. അങ്ങാടി തോട്ടെ അമ്മയോടൊന്ന് പറഞ്ഞ പോലെ അയ്യയുടെ മക്കട്ട് കയറണ്ട. സത്യം എത്ര കാലം മറച്ചു വെക്കാൻ പറ്റും? എല്ലാരും കൂടി ഇങ്ങനെ പറഞ്ഞ ആത്മഹത്യ ചെയ്യും. ഈ പരിസ്ഥിതി അങ്ങനെ ചെയ്താൽ മറ്റുള്ളവർക്ക് രക്ഷപ്പെടും. പക്ഷെ സത്യം തെളിയിച്ചിട്ടാ ഞാനത് ചെയ്യും. സത്യം തെളിഞ്ഞാ പിന്നെ ആത്മഹത്യ ചെയ്യണെന്തിനാ? മിണ്ടായിടക്കണവാ. ആവശ്യമില്ലാത്ത ഒരു അഭിപ്രായം പറയുന്നത്. കഴിച്ചിട്ടിറക്കാനും വയ്യ, മധുരിച്ചിട്ട് തുപ്പാനും വയ്യ എന്നുള്ള നിലയിലായി. നാളെ നമ്മൾ ഒരുമിച്ച് ഇറങ്ങണ്ട, ഓരോരുത്തരായിട്ട് പള്ളിയിലോട്ട് പോയാൽ മതി. നിന്റെ കോട്ടും കളസൊക്കെ ഇന്ന് രാത്രി തന്നെ കെട്ടിപ്പൊതിഞ്ഞ് കാറ വെച്ചേക്കണം. അവള് കാണണ്ട. ഇതൊന്ന് കഴിഞ്ഞു കിട്ടിയ കല്യാണത്തിന് മുമ്പ് വേറെ എന്തെങ്കിലും ഒരു വഴി കണ്ടുപിടിക്കായിരുന്നു. എന്ത് വഴിയാ ഡാഡി? ദിവസം തോറും തെളിവ് കൂടി. ആവശ്യമില്ലാത്ത എന്നോട് ചാടണ്ട, ഞാൻ കാര്യ പറഞ്ഞത്. ബേബി വരുന്നവരെ ഇലയ്ക്കും മുള്ളിനും കേടില്ലാതെ കൊണ്ടുപോകണം. ബാക്കി കർത്താവിന്റെ കയ്യിലാ. അവിടെ വേറൊരു കല്യാണം നടക്കുന്നുണ്ട്, നമ്മുടെ പാലായിലെ റോയ്ച്ചന്റെ മകന്റെ. അത് കഴിഞ്ഞ് നമ്മുടെ പരിപാടി നടക്കും. ഞാൻ റോയ്ച്ചനൊന്ന് കണ്ടേച്ചു വരാം. അല്ല, ബോബി എവിടെ? അവനിപ്പോ വരും. ആ, എല്ലാരും പള്ളിയിലേക്ക് പോയിട്ടുണ്ട്. വേഗം ചെല്ലേ. ആ പെണ്ണറിയണ്ട കേട്ടോ. അയ്യേ, ഈ കുപ്പായിട്ടുണ്ടാണ് മനസ്സമ്മതത്തിനോട്. കോട്ട് സൂട്ടും ഒക്കെ ഇട്ടോണ്ട് ഇറങ്ങിയാൽ അപ്പൊ അവർക്ക് കാര്യം പിടിയിട്ടും. അതൊക്കെ കൊണ്ട് ഞാൻ ദേശീയയുടെ വഴി നിൽക്കാൻ പറഞ്ഞിട്ട് അവിടുന്ന് മാറിയിട്ട് പോക്കോളാം. വേഗം ചെല്ലേ, വേഗം ചെല്ലേ. ബോബി എങ്ങോട്ടാ പോന്നെ? ഇവിടെ അടുത്തൊരു റെയിൽവേ പാലമുണ്ട്, അവിടെ വരെ വരുന്നോ? എന്തിനാ? ഒന്ന് ആത്മഹത്യ ചെയ്യണമെന്ന് വിചാരിച്ചിട്ട് 2-3 ദിവസമായി. ഇവിടെ അതിന് സമയം കിട്ടിയത്. കാണാൻ വരുന്നോ? ആ കൊച്ചിനെ എടുത്തോ, നല്ല രസമുണ്ടാവും. ഓ, അതിനാണെങ്കിൽ തന്നെത്താൻ പോയാ മതി. ഞാൻ വിചാരിച്ചു പള്ളിയിലേക്കാണെന്ന്. ആര് പറഞ്ഞാ പള്ളി പോണെന്ന്? അല്ല, ഇന്ന് മനസ്സമ്മതല്ലേ? ബോബിയുടെ ഡാഡിയുടെ കൂട്ടുകാരൻ ചാക്കോച്ചൻ ഇന്നലെ എന്നെയും ക്ഷണിച്ചിട്ടുണ്ട്. ഒന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യാലോ. ഒരുപാട് നാളായി പള്ളി പോയിട്ട്. ഇനി പള്ളിയിലേക്ക് എഴുന്നള്ളാത്തതിന്റെ കുഴപ്പമേ ഉള്ളൂ. പ്രാർത്ഥിക്കാൻ കണ്ട നേരം. ഞാൻ പ്രാർത്ഥിച്ചാ ബോബിക്ക് ഇത് നീ പള്ളി പോയി പ്രാർത്ഥിച്ചാൽ നിന്റെ പ്രാർത്ഥന എന്റെ ശവടൊക്കെ ഒന്നിച്ചായിരിക്കും. വീട്ടിൽ താറ്റിച്ച പോലെ ഇനി നാട്ടുകാരുടെ മുമ്പിൽ കൂടെ താറ്റിക്കണോ? മര്യാദയ്ക്ക് ഇവിടെ ഇരുന്നോ, ഇല്ലേ കൊച്ചിനെ തള്ളം കൊടുത്ത് കുരിശ് തറയ്ക്കും. ബോബി എങ്ങോട്ടാ? എനിക്ക് ഓഫീസിൽ ഇത്തിരി പണിയുണ്ട്. ഞാനേ ചേട്ടോ, എനിക്ക് തോന്നുമ്പോ ഞാൻ ഓഫീസിൽ പോകും. നീ ആരടി ചോദിക്കാൻ? കെട്ടിയനോട് എവിടെ പോകുന്നു ചോദിക്കാൻ ഭാര്യയ്ക്ക് അധികാരമില്ലേ? അതൊക്കെ സോറി, പള്ളി പോയി പറഞ്ഞാൽ മതി. അതാ ചോദിച്ചത്. പള്ളിയിലേക്ക് പോകുന്നുണ്ടെങ്കിൽ ഞാനും കൂടെ വരാന്ന്. ബോബി, ഓരോരുത്തർ ഓരോ സ്ഥലത്തേക്ക് പോയി. ഇവിടത്തെ ഈ കഴിവറവന്മാരെ മേയ്ക്കാൻ തന്നെ എനിക്ക് 10 തലവ് 20 കയ്യും വേണം. അതിനിടയ്ക്ക് കൊച്ചി കിടന്ന് കയറ്റിയാല് അവൾ ഉറങ്ങി, ഇപ്പോഴെങ്ങും ഉണരൂല. കുഞ്ഞുങ്ങളുടെ കാര്യമൊന്നും പറയാനൊക്കെയില്ല. എല്ലാരും കൂടെ ഊരിയേറ്റാൻ ഞാൻ സമ്മതിക്കത്തില്ല. സോണി, you don't pull. Everybody has pulled me. Please, Sony. Oh, oh. What? പള്ളിയിലെത്താൻ സമയമായി. ഞാൻ ഇതിനകത്ത് തന്നെ മാറിക്കൊള്ളാം. ഡേസി കണ്ണടച്ചോ. പവർ എസ്റ്റേറ്റ് കാണിക്കാനുള്ളത് ടാറ്റ എസ്റ്റേറ്റ് കാണിക്കും. നാണം കെട്ടും. മനസമ്മതത്തിന്റെ അന്ന് പോലും അവൾ വെറുതെ വിടൂല. ഇന്ന് ഞാൻ കയ്യോടെ പിടിക്കും. ഭാര്യ പിടിക്കാൻ സമയായി. ബോബിയെ കാണുന്നില്ല. വരും. ആരിത്? നീനയോ? ഹലോ, കുറച്ച് നേരത്തെ വരണ്ടേ? ഞാൻ വിചാരിച്ചു വരില്ല. ഹലോ, ഡാഡി ഇവിടേക്കാണ് വരുന്നെന്ന് അറിഞ്ഞിരുന്നെങ്കിൽ ഒരുമിച്ച് വരായിരുന്നു. ഡാഡി വരാതെ മനസ്സമ്മതം നടക്കൂ? എല്ലാവരും തന്നെ ഡാഡി എന്നാ വിളിക്കുന്നത് അല്ലടോ? അപ്പച്ച, അച്ഛൻ വിളിക്കുന്നു, സമയായെന്ന്. ഇതാണ് പുതുമണവാട്ടി, ഇന്നത്തെ VIP. ഇത് നീന. ഹായ്, ഞാൻ ടീന. ഹായ്. ബോബി എവിടെ? കമ്പനിയിൽ എന്തോ അത്യാവശ്യ പണിയുണ്ട്. ഇന്നാണോ കമ്പനിയിലെ പണി നോക്കാൻ കണ്ട ദിവസം? മനസ്സമ്മതം. അവൻ വന്നോളും. തന്റെ അച്ഛൻ വിളിക്കുന്നതില്ല, അങ്ങോട്ട് ചെല്ല്. ഹായ് നീന. ഹായ് എലീന. എന്റെ കാലിന്റെ അടിയിൽ കാലിന്റെ അടിയിൽ ഭൂമി ഉണ്ടോ നോക്കി.
ഉണ്ട്, ഒരു കുഴപ്പമില്ല. വാ. ബോബി, ഹായ്. ഒന്ന് വേഗം വാടോ. ബോബി, ഓഫീസിൽ ധാരാളം പണിയുണ്ടെന്ന് പറഞ്ഞിട്ട്. ഓഫീസിൽ നിന്ന് പണിയൊന്നുമില്ല, അപ്പൊ പിന്നെ കല്യാണത്തിന് വരാന്ന് വിചാരിച്ചു. ഓ, കല്യാണത്തിന് വന്നതല്ലേ? മനസ്സമ്മതത്തിന് അത് വന്നല്ലേ പറ്റുള്ളൂ. ഇറങ്ങിയപ്പോ ഇതായിരുന്നല്ലോ വേഷം. ഇത് ഓഫീസിൽ ചെന്നപ്പോ മൂത്രം വെള്ളം വീണു, അപ്പൊ പുതിയതൊന്ന് വാങ്ങിച്ചു. കൊള്ളാല്ലേ? അത്രയ്ക്കൊന്നുമില്ല. By the way, this is Selena. Hello. Meet my husband Bobby. ഹലോ, നമസ്കാരം. ഇത് ബോബിയുടെ സെക്രട്ടറി. ഒന്ന് വേഗം വാടോ. അച്ഛൻ ബഹളം ഉണ്ടാക്കുന്നു. ആദ്യം പറയേണ്ട ആളാ. അങ്ങേര് പറയുന്നത് കേട്ടാ തോന്നും ബോബിയുടെ മനസ്സമ്മതമാണെന്ന്. വെരി ക്ലോസ് ഫാമിലി ഫ്രണ്ട്. ആ, അത് ശരി. ആ, എന്റെ ഹസ്ബൻഡിനെ പരിചയപ്പെട്ടില്ലല്ലോ. ഇതേ അച്ചോ, ആള് വന്നിരിക്കുന്നു. ഇനി പ്രാർത്ഥന മുടങ്ങും. എന്തായി, ചളമായോ? ഇതുവരെ ആയിട്ടില്ല. വാ. കുരിശുംപറമ്പിൽ ചാക്കോച്ചെന്ന മകൾ ടീനയെ വിവാഹം കഴിക്കാൻ മുഴുവനും ചോദിക്കട്ടെ. പേരിങ്ങനെ ഉറച്ചു വിളിച്ച് ചോദിക്കണം. ചോദിക്കണം. അങ്ങനെയാണ് മനസ്സമ്മതത്തിന്റെ മുറ. എന്നാ വിളിച്ച് ചോദിക്കച്ചോ, എല്ലാം അവസാനിക്കട്ടെ. കുരിശുംപറമ്പിൽ ചാക്കോച്ചെന്ന മകൾ ടീനയെ വിവാഹം കഴിക്കാൻ കുഞ്ഞിന്റെ കൊച്ചു മോളിലത്തെ നിലയെന്ന്. കുരിശുംപറമ്പിൽ ചാക്കോച്ചെന്ന മകൾ ടീനയെ പുതുശ്ശേരിയിൽ തോമസ് വർഗീസിന്റെ മകൻ ബോബി വിവാഹം കഴിക്കുന്നതിൽ ആർക്കെങ്കിലും എതിർപ്പുണ്ടോ? താനല്ലടോ പറഞ്ഞത് കുഞ്ഞു മോളിത്തെ നിലം താഴെ വീണെന്ന്? ഞാൻ അങ്ങനെ പറഞ്ഞിട്ടില്ല. പിന്നെ മോളിലത്തെ നിലയെന്ന് താഴേക്ക് കുഞ്ഞൊരു പാവ എടുത്ത് എറിഞ്ഞു എന്ന് പറയാൻ വന്നതാ. ഓടി അണച്ചു വന്നപ്പോ പാവാന്ന് മുഴുവൻ പറയുന്നതിന് മുമ്പ് പാതി കേട്ടുകൊണ്ട് നീന കുഞ്ഞ് ഓടി. അതെന്റെ കുഴപ്പമല്ല. ഒരു പാവ എടുത്ത് എറിഞ്ഞതിന് ഇത്രയ്ക്ക് പറയാൻ എന്തിരിക്കുന്നു? ഉണ്ട്. പാവ താഴെ വീണപ്പോ കുഞ്ഞ് കിടന്ന് കരഞ്ഞു. കുഞ്ഞ് കരയുമ്പോ തള്ളയോടല്ലാതെ വേറെ ആരോട് പറയാനാ? ഞാൻ പറഞ്ഞത് തെറ്റാണെങ്കിൽ എന്നോട് ക്ഷമിക്കുക. ഇനി ആ കൊച്ചു കിണറ്റി ചാടിയാലും ഞാനൊട്ട് കണ്ട ഭാവം വയ്ക്കാനും പോണില്ല, പറയാനും പോണില്ല. പോരെ? ഓ, ഒരു കുഞ്ഞും തള്ളി. ലോകത്തിലെങ്ങും കേൾക്കാത്ത ഒരു കഥയും. മോളെ, എന്തു പറ്റി? പെട്ടെന്നൊരു സ്നേഹം. നീന, ഒരു നിമിഷം ഞാൻ നമ്മുടെ കഴിഞ്ഞ കാലം ഓർത്തുപോയി. ഒരുപാട് കിനാവുകൾ നമ്മൾ ഒരുമിച്ചിരുന്ന് കണ്ടു. ഒരുപാട് മോഹങ്ങൾ നമുക്ക് നമ്മളെക്കുറിച്ചുണ്ടായിരുന്നു. അവസാനം ഒരു കാരണവും ഇല്ലാതെ നീ എന്നെ വെറുക്കുന്നു എന്ന് പറഞ്ഞ് ഓടിപ്പോയി. ഒരുപാട് നൊന്തു എനിക്ക്. എന്നിട്ടിപ്പോ ഇങ്ങനൊരു നാടകം കളിക്കേണ്ട കാര്യം എന്താണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. എനിക്കും നിനക്കും ഇങ്ങനൊരു കുഞ്ഞില്ലാന്ന് നമുക്ക് രണ്ടുപേർക്കും അറിയാം. എന്നിട്ടും എനിക്ക് ഈ കുഞ്ഞിനോട് എന്തോ സ്നേഹം തോന്നുന്നു. നമ്മൾ മാത്രമല്ലേ ഇവിടെ ഉള്ളൂ. ഇനിയെങ്കിലും പറയൂ, ഈ കുട്ടി ഏതാണ്? ഒന്നും തെളിയിക്കാൻ വേണ്ടിയല്ല, നിന്നെയും കുഞ്ഞിനെ പുറത്താക്കാനും വേണ്ടിയല്ല, എന്റെ ഒരു സമാധാനത്തിന് വേണ്ടിയെങ്കിലും.
അയ്യരെ എല്ലാരും വാ, എല്ലാരും കേട്ടോളൂ. ഇവിടെ നടന്ന കള്ളനാടകത്തിന്റെ അവസാന രംഗത്തിന് തിരശ്ശീല വീഴാൻ പോകുന്നു. ചാക്കോച്ചനെ വിളിക്കണോ? വിളി. പള്ളിയിൽ നിന്ന് പള്ളിക്കാരെ, അച്ഛനെ, നാട്ടുകാരെ വിളിക്കണോ? വിളി. എല്ലാരെയും വിളി. പൂച്ചു പുറത്തിയാടാൻ പോകുന്നു. ബോബി കള്ളനും ചതിയനും അല്ല എന്നുള്ള ആരുടെ കൊച്ചാണെന്ന് അവളെ കൊണ്ട് പറയിക്കാം. വിളി. പോലീസിനെ വിളി. തള്ളയും പിള്ള ഒരുമിച്ച് അകത്താക്കണം. അതാ വേണ്ടത്. ശ്രദ്ധിച്ചു കേട്ടോ. ഇതിലുണ്ടായിരുന്നു. ഡാഡി സത്യത്തിൽ ഇതിലുണ്ടായിരുന്നു. ഞാൻ ഇപ്പൊ കാണിച്ചു. എറിഞ്ഞു പൊട്ടിക്ക് ഞാൻ. നീന എന്നോട് വാ. മാറാവിടെ. ആ കൈ മാതാവിന്റെ രൂപത്തിൽ. നീ സത്യം ചെയ്, ഇതെന്റെ മകൻ ബോബിയുടെ കുഞ്ഞാണെന്ന്. സത്യം ചെയ്. അതെ, ഇത് ഡാഡിയുടെ മോന്റെ കുഞ്ഞ് തന്നെ. അയ്യോ, ഞാൻ സത്യം ചെയ്യാം. ഇതെന്റെ കുഞ്ഞല്ല. എങ്ങനെ സത്യം ചെയ്യും? എങ്ങനെ വേണം സത്യം ചെയ്യാം? എന്ത് വേണം സത്യം ചെയ്യാം? എവിടെ വെച്ച് വേണം സത്യം ചെയ്യാം? എവിടെ തൊട്ട് വേണം സത്യം ചെയ്യാം? ആരുടെ മുമ്പിൽ വെച്ച് വേണം സത്യം ചെയ്യാം? ആരാടാ അച്ഛാന്ന് വിളിച്ചു? ഞാനൊന്നും കേട്ടില്ലല്ലോ. ഇപ്പോഴും വിളിച്ചു. ഇവിടുന്നായിരുന്നോ? എന്ത് സത്യം ചെയ്യണം? എന്റെ വയറ്റിൽ ചെവി വെച്ച് കിടന്നിട്ട് എന്നോട് പറഞ്ഞിട്ടില്ലേ കുഞ്ഞിന്റെ അച്ഛാന്നുള്ള വിളി കേട്ടൂന്ന്? എപ്പോ? ഇല്ലെന്ന് മാതാവിനെ തൊട്ട് സത്യം ചെയ്യാമോ? അത് പിന്നെ സത്യം ചെയ്യടാ. ഡാഡി, അത് തമാശക്ക് പിന്നെ പെണ്ണിന് ഗർഭം ഉണ്ടാക്കിയിട്ട് മുങ്ങിക്കളയുന്ന തമാശ. ഡാഡി ഇങ്ങനെ ചീപ്പായിട്ട് സംസാരിക്കരുത്. ചീപ്പിനെസ് നിനക്ക് പ്രവർത്തിക്കാം അല്ലേ? എനിക്കിപ്പോ പൂർണ്ണ വിശ്വാസമായി ഇത് നിന്റെ കുഞ്ഞ് തന്നെയാണ്. ബേബി വന്ന ഉടനെ ഈ വിവാഹം നടത്തിയേ പറ്റൂ. ചാക്കോച്ചനോട് എന്ത് പറയണമെന്ന് എനിക്കറിയാം. ടേപ്പ് റെക്കോർഡർ ഒളിച്ചു വെക്കുന്ന ഞാൻ കണ്ടു. അത് ഓഫ് ചെയ്തിട്ട് തന്നെയാ ഞാൻ അത്രയും പറഞ്ഞത്. ആ സ്വിച്ച് വർക്ക് ചെയ്യുമെന്നുള്ള ടെൻഷൻ മാത്രമേ എനിക്കുണ്ടായിരുന്നുള്ളൂ. അയ്യടാ, പാലും തേനും ഒലിക്കുന്ന ഒരു സ്നേഹം. കൊള്ളൻ. നീ ക്രിമിനലാണ്. നീ ഒന്നാം തരം ക്രിമിനൽ. നോക്കിക്കോ, ഈ കളി അധികം നാളെ കളിക്കാൻ വിചാരിക്കണ്ട. എന്നെ എന്തിനാ ഇങ്ങോട്ട് പരീക്ഷിക്കുന്നത്? എന്താടാ, എന്താ കാണാൻ വന്നിക്ക? ടേപ്പ് നിക്കാറ് സോപ്പ് പൊട്ടി. അവിടെ തന്നെ നിങ്ങൾക്ക് ഈ ബോബി അങ്കിളിനെ ഇഷ്ടമല്ലേ? അങ്കിള് കിടന്ന് ചക്രശ്വാസം വലിക്കുന്നത് നിങ്ങൾ കാണുന്നില്ലേ? അങ്കിളിനെ ഒന്ന് സഹായിക്കാം. നിങ്ങൾ ഇവിടെ വരുന്ന മാഷന്മാരെയൊക്കെ പുഷ്പം പോലെ ഓടിക്കുന്നതല്ലേ? അതുപോലെ ആ രാക്ഷസിയും കൊച്ചിനെ ഇവിടെ നിന്ന് ഓടിച്ചു വരൂ. എന്ത് വേണേലും അങ്കിള് തരും. ഈ ഭൂമിയിലുള്ള എന്ത് വേണേലും തരും. അമ്പിളി മാമനെ പിടിച്ചു തരാൻ പറഞ്ഞാൽ അത് വേണേലും തരും. ഏറ്റു. ഈ മാതാവാണ് സത്യം. എങ്കിൽ ഞങ്ങൾ ഏറ്റു. ഓക്കേ. സാർ, വീട്ടിലാർക്കും സുഖമില്ലാന്ന് പറഞ്ഞ് ഫോൺ വന്നു. ആർക്കറിയില്ല. ഉടനെ കൂടെ ചെല്ലാൻ പറ. എന്താ പറ്റി? ഈ പിള്ളേര് ചെയ്യുന്ന ഓരോ തോന്നിവാസങ്ങളെ. ഒരു വെട്ടിയെത്തി കിട്ടോ? വെട്ടിയെത്തി. ഒന്നും കാണുന്നില്ലല്ലേ? ഡോക്ടറെ വല്ലതും കിട്ടിയാ? എന്താ കാര്യം? ഒരു കട്ടിംഗ് പ്ലെയർ കിട്ടോ? കട്ടിംഗ് പ്ലെയറാ? കോടാലി മതിയോ? എന്താ കാര്യം? ആ നാശം പിടിച്ച പിള്ളേര് അയ്യയുടെ തല ഒരു കുടത്തിനകത്ത് ഇടിച്ചു കയറ്റി. ആ മുഴുവൻ കയറി അയാളെ കാണാനില്ല. അതുകൊണ്ട് മരിക്കും. അയ്യോ, ഒന്നും കേൾക്കുന്നില്ലല്ലോ. അതെടുത്ത് ചെവി വയ്യടോ.
സോറി. വല്ല കാര്യം ഉണ്ടായിരുന്നോ നിനക്കൊക്കെ ആ കലാവിന്റെ തലയിൽ കുടങ്ങോ വെട്ടിയിട്ട്? എന്താ ഉണ്ടായത്? ഞങ്ങൾ ആ പെണ്ണിന്റെ തലയ്ക്ക് വീഴാൻ വേണ്ടിട്ട് വാതന്റെ മുകളിൽ വെള്ളം നിറച്ച് വെച്ചിരുന്നതാ. ആ പൊട്ടൻ തൂക്കാനെന്ന് പറഞ്ഞ് അവിടെ ചെന്ന് കയറിയപ്പോ അയാളുടെ തലയിൽ വീണു. കഷ്ടമായി പോയല്ലോടാ. തൊലി പൊളിക്കണം, അതാ വേണ്ടത്. തൊലി ഞാൻ പൊളിച്ചരാം. എന്നിട്ട് എല്ലാത്തിനും ഇന്ന് ജീവനോടെ കെട്ടിത്തൂക്കി ഞാൻ. നിന്നോട് കൂടാ പറഞ്ഞ നിന്നോടല്ല. കൈകെട്ട്. വേണ്ട. ഈ തണ്ടി പരീക്ഷകൾക്ക് വേണ്ടി വക്കാലത്ത് പറയാൻ ആരും വരണ്ട. അടി ചെയ്യൂ ഉപകാരം അണ്ണൻ തമ്പിയും ചെയ്യില്ലെന്നാണ്. ഇനി വെറുതെ വിട്ടാ ഇവരൊക്കെ നിന്നേക്കാ വലിയ താൻ തോന്നികളാകും. മേലെ കാണിക്കോ ഇത്തരം പോക്കത്തരം. നിന്നോടാ ചോദിച്ചേ. തല്ലരുത്. കാര്യം പറഞ്ഞാ മനസ്സിലാവാത്ത പ്രായമൊന്നും അല്ലല്ലോ. നീ ഇതിൽ ഇടപെടണ്ട. ഇടപെടാനുള്ള അവകാശം കൊണ്ട് വന്നതല്ല. പലതും പരീക്ഷിച്ചില്ലേ ഇവരെ നന്നാക്കാൻ. എനിക്കൂടി ഒരു സന്ദർഭം തന്നൂടെ? തമ്പുരാൻ കർത്താവ് നേരിട്ടിറങ്ങി വന്നാൽ ഇവറ്റൊന്നും നന്നാകത്തില്ല. പിന്നല്ലേ നീ. സ്വന്തം അപ്പനും അമ്മയ്ക്കും താല്പര്യമില്ലാത്ത കാര്യത്തില് കർത്താവിന് എങ്ങനെ താല്പര്യം ഉണ്ടാവുക? ഒരു ചാൻസ് എനിക്ക് തരുന്നതില് ഡാഡിക്ക് നഷ്ടമൊന്നുമില്ലല്ലോ. ഒന്നുകിൽ ഈ കുട്ടികൾ എന്നെ ഇവിടുന്ന് ഓടിക്കും, അല്ലെങ്കിൽ ഞാൻ അവരെ നന്നാക്കും. രണ്ടായാലും ഡാഡിക്ക് ലാഭമല്ലേ ഉള്ളൂ. ആദ്യം പറഞ്ഞേ നടക്കുള്ളൂ. ഞാനൊന്ന് ശ്രമിച്ചോട്ടെ. ആ ശ്രമിച്ചോ. അരോ കൂടെ ചേർന്ന് ഇന്നലെ വാകാതിരുന്നാ മതി. ഇനി ഈ വടി നമുക്ക് വേണ്ട. ഇന്നു മുതൽ ഞാനാണ് നിങ്ങളുടെ ടീച്ചർ. കൊച്ചവൻ്റെതാണെന്ന് പറഞ്ഞാൽ മതി. കാശ് കൊടുത്താ അവൻ എന്ത് ചെയ്യും? മണികണ്ഠൻ അവന്റെ പേര്. കോളേജിൽ ഞങ്ങൾ ഒരുമിച്ച് പഠിച്ച. അയാൾ എങ്ങനെ കണ്ടുപിടിക്കും? കോടതിയിൽ അന്വേഷിക്കാൻ നമ്മുടെ ഏജൻസിയിൽ വിളിച്ചു പറയാം. ഇത് ഞാൻ ഇന്ന് അവസാനിപ്പിക്കും. എനിക്കെല്ലാം മനസ്സിലായടാ. എല്ലാം പറഞ്ഞല്ലേ? ഞാനൊന്നും പറഞ്ഞില്ല. ഈ നാറ്റക്കേസ് എവിടെ ഒളിച്ചു വെച്ചു? പക്ഷെ ഞാൻ കണ്ടുപിടിച്ചു. അച്ഛൻ ഒരു അബദ്ധം പറ്റിപ്പോയി. പറ്റിപ്പോയത് പോരാഞ്ഞിട്ട് നിങ്ങളിപ്പോ അത് മറ്റൊരുത്തന്റെ തലയിൽ കെട്ടിവെച്ച് രക്ഷപ്പെടാൻ ശ്രമിക്കുകയാണല്ലേ? ഉണ്ണുണ്ണിച്ചാൻ എല്ലാം അറിഞ്ഞുവല്ലേ? എല്ലാം അറിയാം. പക്ഷെ എനിക്ക് എന്റെ തെളിവുകളില്ലായിരുന്നു. ഇന്നിപ്പോ എനിക്കത് കിട്ടി. എ ക്ലിയർ എവിഡൻസ്. ഞാൻ സംശയിച്ചതെല്ലാം ശരിയാണ്. അച്ഛൻ ഇത് പുറത്ത് പറയരുത്. ഞങ്ങളുടെ കുടുംബത്തിന്റെ അഭിമാനം പുറത്തറിഞ്ഞാലുള്ള നാണക്കേട് ഓർത്താടാ ഞാനും ഇത്രയും കാലം പറയരുത്. നമ്മളൊക്കെ ഒരു കുടുംബം പോലെ കഴിഞ്ഞിട്ട് പറ്റിയതെന്താണ് ഞാൻ പറയാം. ഒരു പെണ്ണിന് ഗർഭം ഉണ്ടാകുന്ന എങ്ങനെയെന്ന് നീ പറയാതെ എനിക്കറിയാം. അച്ഛനോട് പറയണ്ടെന്ന് ഡാഡി പറഞ്ഞു. ഓഹോ, അപ്പൊ എല്ലാരും കൂടെ അറിഞ്ഞോണ്ടാണ് അതിന്റെ കിടപ്പുവശം മനസ്സിലാകാഞ്ഞിട്ടാണ്. കാര്യം എങ്ങനെ മലന്ന് കിടന്നാലും തിരിഞ്ഞു കിടന്നാലും ഇപ്പൊ കൊച്ചൊന്നായില്ലേ? എടാ, ഗർഭം ഉണ്ടാക്കിയാ പോരാ, അത് ഏറ്റെടുക്കാനുള്ള ചങ്കുറ്റം കൂടെ വേണം. അല്ലാതെ വല്ലവന്റെ തലക്കെട്ടി എനിക്ക് ധൈര്യമില്ല. അച്ഛൻ എത്ര തന്നെയാണെങ്കിൽ അച്ഛനെ ഏറ്റെടുത്തോ. എനിക്ക് എങ്ങനെ രക്ഷപ്പെട്ടാൽ മതി. എനിക്ക് കൊച്ചുങ്ങളെ ഉണ്ടാവില്ലെന്ന് എല്ലാ ലേഡീസിനും അറിയാം. നാളെ ഇവളും ഞാനും കൂടി ഒരു കൊച്ചിനെ എടുത്ത് റോഡേ നടന്നാൽ ഇവിടെ ഒക്കത്തിരിക്കുന്ന കൊച്ചിന്റെ തന്ത ഞാനല്ലാതെ നാട്ടുകാർക്ക് മനസ്സിലാവും. അല്ലെങ്കിൽ അതുകൊണ്ടാണ് ഞങ്ങൾ വേറെ ആളെ കണ്ടുപിടിച്ചത്. എനിക്ക് രക്ഷപ്പെട്ടെ വേണ്ട. നീ മാത്രം അങ്ങനെ രക്ഷപ്പെടണം. നീ രക്ഷപ്പെട്ട നീ പഴിപ്പിച്ച പെണ്ണു വഴിയാധാരോ. ഇറ്റ് ഈസ് ചീറ്റിംഗ് ആൻഡ് ക്ലീൻ ബ്രീച്ച് ഓഫ് ട്രസ്റ്റ്. ഞാനിത് എന്തോന്ന് പറയണേ? ഞാനിത് പുറത്ത് പറയും. പുതുശ്ശേരിക്കാരനെ തെണ്ടിത്തരം എല്ലാവരും അറിയട്ടെ. ഞാൻ പറയും. നാട് നീളെ പറയും. പറയോ? പറയും. എങ്കിൽ ഞാൻ തന്നെ കൊല്ലും. ഇത് പുറത്തറിഞ്ഞ പിന്നെ ഞാൻ ജീവിച്ചിരുന്നിട്ട് കാര്യമില്ല. തന്നെ കൊല്ലും, ഞാനും ചാവും. കർത്താവാണ് സത്യം. ഇല്ലടാ, നീ എന്നെ കൊല്ലുന്നതിന് മുമ്പ് ഞാൻ നിന്നെ കൊല്ലും. കിട്ടിയാടോ? അയ്യോ, എന്റെ കഞ്ഞിയിൽ പാറ്റ ഇടരുത് മക്കളെ. താൻ മേടിച്ചില്ല അല്ലേ? ഇയാളുടെ തലയിൽ ഇനിയും കുടം കയറ്റിയാലേ ശരിയാവും. അയ്യോ, ഞാൻ മേടിച്ചു. പക്ഷെ ഞാനാണ് മേടിച്ചു തന്നേന്ന് നിങ്ങൾ ആരോടും പറയരുത് കേട്ടോ. ഞങ്ങൾക്ക് ഇത് തന്നൂന്ന് താൻ ആരോടും പറയരുത്. ഇല്ല. ഇതാണ് സാധനം. ഇത് വച്ച് ഈ വീട് കത്തിക്കാനെങ്ങാൻ പ്ലാൻ ഉണ്ടെങ്കിൽ ഒരു വാക്ക് എന്നോട് നേരത്തെ പറഞ്ഞേക്കണം. ഞാൻ പുറത്തിറങ്ങി നിന്നോളാം. ഇല്ലെങ്കിൽ കുഞ്ഞു കുട്ടികൾ പഷ്ണിയായി പോകും. അസത്തുക്കൾ ആരെ കൊല്ലാൻ പോവാണോ? എന്റെ കർത്താവേ, ലോകനാർക്കാവിലമ്മേ, രക്ഷിക്കണേ.
അച്ചോ, നമുക്കേ വലുതായിട്ട് ഈ ചേട്ടന്മാരെയും ചേച്ചിമാരെയും കൂടി ഇരുന്ന് പഠിക്കാം. സാരമില്ല, കൈ അല്പം പൊള്ളിയിട്ടുണ്ട്. ഭാഗ്യമെന്ന് പറഞ്ഞാൽ മതി, അല്ലെ കണ്ണും മുഖമൊന്നും ഉണ്ടാവില്ലായിരുന്നു. ഇനി പേടിക്കാനൊന്നുമില്ല. നാളെ ഞാൻ വന്ന് നോക്കാം. താങ്ക് യു. ഓക്കെ. സത്യം പറയണം, ആരാ നിങ്ങൾക്ക് ഈ പടക്കം മേടിച്ചു തന്നത്? പറഞ്ഞില്ലെങ്കിൽ അടിച്ച് പഴുപ്പിക്കും ഞാൻ. അടിച്ചിട്ടൊന്നും കാര്യമില്ല. എത്ര തല്ലുകൊണ്ടിരിക്കുന്നു, ഒന്ന് കരയ പോലും ഇല്ലല്ലോ ആ സത്തുക്കള്. നീ ഓടി. അഹങ്കാരി. പറടാ, ആരാ പഠിച്ചത്? പറഞ്ഞില്ലെങ്കിൽ എല്ലാത്തിനെയും പുറഞ്ഞാനിന്ന് പൊള്ളിക്കും. ഞാൻ അവിടെ ചട്ടകം പഠിപ്പിക്കാൻ പറ്റും. നിങ്ങൾ എടുത്തോളൂ. പറയുന്ന കേട്ടാ മതി. ആ കുഞ്ഞിന്റെ കൈ പൊള്ളിച്ച പോലെ എല്ലാത്തിനും ഞാൻ ഇന്ന് പൊള്ളിക്കും. ഇതിനെയൊക്കെ ടെററിസ്റ്റുകളെ പോലെ വേണം കൈകാര്യം ചെയ്യാൻ. ചട്ടയെടുത്തിട്ട് വരാനാ പറഞ്ഞു. പടക്ക എവിടുന്ന് കിട്ടിയെന്നും ആര് കത്തിച്ചു എന്നും പറയുന്ന വരെ നിന്നെയൊക്കെ ഇവിടെ ഇട്ട് ചുടും. വാങ്ങിച്ചു തന്നവൻ ആരായാലും ശരി, അവന്റെ ശരീരം മുഴുവൻ ഞാൻ പടക്കം ചുറ്റി പൊട്ടിക്കും. സത്യം ഞാൻ എന്നോട് ചോദിച്ചില്ല. പടക്കം മേടിച്ചു കൊടുത്തത് ഞാനാ. ഞാൻ പറഞ്ഞിട്ടാണ്. അയ്യരെങ്കിൽ വെറുതെ കുറ്റം ഏറ്റെടുക്കണ്ട. ഡാഡി ക്ഷമിക്കണം, അബദ്ധം പറ്റിയത് എനിക്കാ. പടക്കം കുട്ടികളെ കളിപ്പിക്കാൻ വേണ്ടി ഞാൻ വാങ്ങിയതാണ്. അത് മേശമേലിരിക്കുന്ന ഓർക്കാതെ ഒരഗർബത്തി ഞാൻ തന്നെയാണ് കത്തിച്ചു വെച്ചത്. തിരിമറിഞ്ഞ് അതിന്റെ മേൽ വീണത് ഞാൻ ശ്രദ്ധിച്ചില്ല. ചെയ്യുന്ന ദ്രോഹങ്ങളൊന്നും പോരല്ലേ? ആ കുഞ്ഞെങ്ങാനും ചത്തിരുന്നെങ്കിൽ ഞങ്ങൾ കൊന്നാണെന്ന് നീ പറയില്ലായിരുന്നു. അതോ അത് തന്നെയാണോ ഉദ്ദേശം? അതിനെ കൊന്നിട്ട് ആ കുറ്റം ഞങ്ങളുടെ പുറത്ത് വെച്ച് കെട്ടിയിട്ട് മറ്റു വല്ലതും നേടാനാണോ ഈ വരവ്? മേലിൽ ഇവരുടെ മുറിയിലോ ക്ലാസ് റൂമിലോ കയറി പോകരുത്. ചെകുത്താന്മാരെ ഭൂമി ജനിച്ചതായി നിങ്ങൾ. ഈ നശൂലെന്ന് നന്നാക്കാൻ നോക്കണ്ട. ഒരു കാലത്തും നന്നാവില്ല. കലക്കി. ഇനി ഇതുപോലെ ഒരെണ്ണം അവളുടെ പള്ളക്ക് കൂടെ വെച്ചു കൊടുത്താൽ അവൾ ഇവിടുന്ന് വാലും പൊക്കി ഓടും. അത് കഴിയുമ്പോ അങ്കിൾ നിനക്കൊക്കെ എന്തൊക്കെ വാങ്ങിച്ചിരുന്നറിയോ? ഈ ചുവര് മുഴുവൻ 5 സ്റ്റാർ ചോക്ലേറ്റ്, ആ ചുവര് മുഴുവൻ ബലൂൺ, കളിപ്പാട്ടങ്ങൾ കൊണ്ട് ചടപടാന്ന് കാല് തട്ടിട്ട് ഒരുത്തൻ നടക്കാൻ പറ്റില്ല. എന്നാ എല്ലാത്തിന്റെ മോണ നീര് വന്ന പോലിരിക്കുന്നത്? കരിമ്പൂതം ചീത്ത പറഞ്ഞോ? അങ്ങനെ പോകാൻ പറ. കൂടുതൽ അയാൾ കളിച്ചാലേ അങ്കിൾ ആ മീശ മറിച്ച് കൈ തരും. എന്നിട്ട് നമ്മൾ ആ മീശ വെച്ചൊരു ചൂലുണ്ടാക്കും. എന്നിട്ട് ആ ചൂല് വെച്ച് നമ്മൾ അവളെ അടിച്ച് പുറത്താക്കും. ഇവന്മാർക്ക് ഇത് എന്ത് പറ്റി? Good night. Good night. Good night. Good night. Good night. Good night. Night.
നന്ദിയേട്ടവന്മാരെ, നീയൊക്കെ കാല് പറയല്ലടാ. അവളുടെ ആട്ടവും പാട്ടും ഉമ്മയൊക്കെ ആയപ്പോഴേക്കും നീയൊക്കെ അവളുടെ ചാക്കിനകത്തേക്ക് വീണു. ഇത്രയും നാൾ നിന്റെയൊക്കെ ഇഷ്ടത്തിന് കിടന്ന് തുള്ളിയതും ഊട്ടിയതും ഉറക്കിയതൊക്കെ ഞാനാ. ആ സമയത്ത് കുറെ പട്ടിക്കുട്ടികളെ വാങ്ങിച്ച് വളർത്തിയിരുന്നെങ്കിൽ എനിക്ക് വേണ്ടി അവക്കിട്ടൊരു കടിയെങ്കിലും വെച്ച് കൊടുത്തേനെ. എന്താടാ എല്ലാം തന്നെ നാക്കിറങ്ങിപ്പോയോ? ഇരിക്കുന്നുണ്ടല്ലേ ഒറ്റ ചവിട്ടിന് പപ്പട പൊടിയാക്കാൻ വേണ്ടത്. പാട്ടും കുത്തൊക്കെ നിർത്തി തരാം. അവൾ ഇവിടുന്ന് പൊടിയും തട്ടി പോവല്ലോ. അപ്പൊ വാ എടീ, നിനക്കൊക്കെ ചോക്ലേറ്റും ബലൂണും മാങ്ങാത്തൊലിയും ഒക്കെ പുഴുങ്ങി ഉരുട്ടി കുഴച്ച് വായിലോട്ട് വെച്ചുതരാം. ഇവിടെ ഇരിക്കുന്ന പകുതി സാധനം ഞാൻ വാങ്ങിച്ച ഒന്നും തരൂല. എല്ലാം ഞാൻ രാവിലെ എടുത്തോണ്ടു. ഇരിക്കുന്നുണ്ട്. ഓ ശരി ശരി ശരി, നമ്മൾ തമ്മിൽ ഒരു പണക്കമില്ല. ഉണ്ണുണ്ണിച്ചാൻ അറിയോ, പേ പിടിച്ചൊരു പട്ടിയെ പോലെ ഞാൻ ഓടി നടക്കുന്നത്. ഞാനൊരു അല്പം മനസമാധാനത്തിനാണ് ഇവിടെ വരുന്നത്. ഉണ്ണുണ്ണിച്ചാന് പറ്റുമെങ്കിൽ എന്നെ ഈ പ്രശ്നത്തിൽ നിന്ന് എങ്ങനെയെങ്കിലും ഊരിത്താം. ലോകത്തൊരു ഭർത്താവിനോടും ഭാര്യാകാമുകൻ ഊരിത്തരണമെന്ന് പറഞ്ഞു. നിന്നെ ഞാൻ ഈ ഭൂമിയിലെ ഊരും. എന്താ ആലോചിക്കുന്നത്? സത്യം ഞാൻ പറയാം. എനിക്കെല്ലാം അറിയാം. ഇവിടെ വെച്ചൊന്നും പറയണ്ട. വല്ലവരും കേട്ടാ പിന്നെ നമ്മൾ ജീവിച്ചിരുന്നിട്ട് കാര്യമുണ്ടോ? അത് ശരിയാ. അന്ന് ഞാൻ വളരെ ക്രൂരമായി നിന്നോട് പെരുമാറി. എന്നോട് ക്ഷമിക്കാം. അതൊന്നും സാരമില്ല. ഭാര്യാകാമുകനോട് ക്ഷമ ചോദിക്കുന്ന ലോകത്ത് ആദ്യത്തെ ഭർത്താവാനാടാ പുല്ലേ ഞാൻ. ക്ഷമിച്ചു എന്ന് പറഞ്ഞാ പോരാ, എന്നോടൊപ്പം ഒരു ഡ്രിങ്ക് കഴിക്കണം. കളി കഴിയട്ടെ. ശരി. ഇങ്ങോട്ട് കൊണ്ടുവരട്ടെ. എന്തോന്ന്? ഒരു ചിയേഴ്സ് പറഞ്ഞാലേ നമ്മൾ തമ്മിലുള്ള പിണക്കം തീരുന്ന എന്റെ മനസ്സ് പറയുന്നത്. അങ്ങനെ അങ്ങനെ. ഹലോ, റിച്ചാർഡ്സ് ഹോസ്പിറ്റൽ. വേഗം ഹൈ റേഞ്ച് ക്ലബിലേക്ക് ഒരു ആംബുലൻസ് അയക്കണം. ഒരു ശവം കൊണ്ടുപോകാനുണ്ട്. ബോബി, ഈ ബില്ലൊന്നും ഒപ്പിടണം. Oh, I'm sorry, I forgot. Okay. Wait a minute. Okay, keep it. Thank you. Well disciplined man. This is clever. Okay. Cheers. Cheers. ചോദിച്ചറിയാം, ആള് വന്നിട്ടുണ്ട്. എവിടെയാണ് സമ്മതിക്കില്ലേ അവനൊക്കെ? എവിടെ ശവം? ഞാനിപ്പോ ശവമാകും. എന്റെ വേഗം ആശുപത്രി കൊണ്ടുപോ. എന്റെ കർത്താവേ, വണ്ടി ചാട്ടി വേഗം. എന്റെ ദൈവമേ, ആ നിലവിളി ശബ്ദം വിടോ. ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഇപ്പോഴും എപ്പോഴും സ്തുതിയായിരിക്കട്ടെ. എന്താ ഇത്? സ്കൂളിൽ നിന്ന് മദർ തെരേസ തന്നയച്ചതാ. കുട്ടികളുടെ സസ്പെൻഷൻ പിൻവലിച്ചു. ഇതൊന്ന് ഒപ്പിട്ട് കൊടുത്തേക്കും. ചായ മിടുമിടുക്കിയ മാത്തച്ഛൻ കണ്ടുപിടിച്ച പുതിയ ടീച്ചർ ഇന്നലെ കുട്ടികളെ സ്കൂളിൽ കൊണ്ടുവന്ന് ടീച്ചർമാരോട് ചെയ്ത തെറ്റുകൾക്കെല്ലാം അവരെ കൊണ്ട് മാപ്പ് പറയിച്ചു. നല്ല ഐശ്വര്യമുള്ള കുട്ടി. എവിടെ നിന്ന് കിട്ടി? കുടുംബത്തിലെ തന്നെയാ. അത് ഏത് വകയില്? എൻ്റെ അമ്മയുടെ ഒരു വകയിൽ ബന്ധുവാ. മാത്തച്ഛന്റെ ഭാഗ്യം എന്നേ ഞാൻ പറയൂ. ആ പിന്നെ കല്യാണ ദിവസം ഇനി അടുത്തു. കുറി ഒന്നും കൊടുത്തു തുടങ്ങിയില്ലേ? ചാക്കോച്ചന്റെ കുറി ഞാൻ കണ്ടു. ഒരുമാതിരി 5 സ്റ്റാർ ഹോട്ടലിലെ മെനു മാതിരി ഉണ്ട്. ഇങ്ങനെ ഒരു വിവാഹം ഇനി ഈ ഭൂമിയിൽ ഉണ്ടാകാൻ പാടില്ലെന്ന വാശിയിലാണ് പുള്ളിക്കാരൻ, അല്ലേ? എന്നാ ഞാൻ വരട്ടെ. ഇതൊന്ന് ഒപ്പിട്ട് കൊടുത്തയക്കാൻ മറക്കരുത്. എന്താടോ ഈ കേൾക്കുന്നത്? ചക്കിന് വെച്ചത് കൊക്കിന് കൊണ്ടുവന്ന് പറഞ്ഞ പോലായി. കുട്ടികളൊക്കെ എന്നെ എന്താ വിളിക്കുന്നത് ഡാഡിക്ക് അറിയോ? കുട്ടിപ്പന്നിന്ന്. അതൊക്കെ പണ്ട്. ഇപ്പൊ എന്നെ അമ്മായിന്നാ വിളിക്കുന്നത്. കള്ളനസ്രാണി മാർക്കാരം പട്ടയെന്ന് വിളിച്ചത് എന്നെ ഇപ്പൊ വിളിക്കുന്നത് അയ്യരങ്കിൾ അയ്യരങ്കിൾ എന്നാ. അതാ കുരുന്നിന്റെ വിളി കേട്ട കുളിര് കോരും.
കരിമ്പൂതവും മാറി വല്യപ്പച്ചനായി. പക്ഷെ കാര്യങ്ങൾ ഓരോന്നോരോ വശത്ത് മംഗളമാകുമ്പോ മറുവശത്ത് മനസ്സ് തുടിക്കുക. എല്ലാം എവിടെ ചെന്ന് അവസാനിക്കുവാവോ? കല്യാണ ദിവസം ഇനി അടുത്ത് വരുന്നു. നീന പറയുന്ന കാര്യമുണ്ട്. പക്ഷെ ബോബി മോൻ അവൻ ഒരിക്കലും ഒരു കള്ളനോ ചതിയനോ ആവാൻ പറ്റില്ല. എനിക്ക് വിശ്വാസമുണ്ട്. ചാക്കോച്ചൻ ഇത് അറിയുന്ന ദിവസം എനിക്കത് ചിന്തിക്കാൻ പോലും പറ്റുന്നില്ല. ചാക്കോച്ചന്റെ മോളാണെങ്കിൽ പലതും സ്വപ്നം കണ്ട് നടക്കുക. ഇവിടെ ഉണ്ടല്ലോ അതേ പ്രായത്തിലൊരു പെണ്ണ്. അവളുടെ ശാപം ഇതിന്റെ തല വീഴായിരുന്നാ മതിയായിരുന്നു. Wish you a happy married life. Thank you. Wish you a happy married life. വുഡ്ബി വന്നില്ലേ? ഇല്ല, വരും. ആളെപ്പോഴും ബിസിയാണ്. ബോബി വന്നില്ലേ? ഓ, പുള്ളിക്കാരനെ കാത്തു നിന്നാ ഒരിടത്തും പോക്കുണ്ടാവില്ല. അതുകൊണ്ട് ഞാനിങ്ങി പോന്നു. നല്ല ആളാ. ഒരുമിച്ച് വരാമെന്ന് പറഞ്ഞ് ഞാൻ വീട്ടിൽ കാത്തിരുന്നു. പ്രതീക്ഷിക്കാതെ ഓഫീസ് ചിലപ്പോൾ പണി കൂടുതൽ വന്നു. അതുകൊണ്ട് വീട്ടിൽ പോകാൻ നേരെ ഇങ്ങോട്ട് വന്നു. വിളിക്കാത്ത ഒരു അതിഥി കൊണ്ട് ഡേസി. ആ, അത് സാരമില്ല. റോയ്ച്ചൻ സ്വന്തം സഹോദരനെ പോലെ. അതുകൊണ്ടല്ലേ ബോബി വന്നേ തീരുന്ന് ഞാൻ പറഞ്ഞത്. വരൂ. പെണ്ണിനെയും ചെറുക്കനെയും കാണണ്ടേ? ബോബി വന്നില്ലെങ്കിൽ ഞാൻ ചമ്മി പോവേനെ. ബോബി പോയിട്ട് വരും. വാ. ഹായ്. ഹലോ ഹലോ ഹലോ. നിങ്ങൾക്ക് നേരത്തെ പരിചയമുണ്ടോ? പിന്നെ മനസ്സമ്മതത്തിൽ എന്നെ ഇനി എന്റെ ഹസ്ബൻഡിനെ കണ്ടില്ലെന്ന് പരാതി വേണ്ട. വിവാഹത്തിന് ഞങ്ങൾ രണ്ടുപേരും കൂടെ ക്ഷണിച്ചിരിക്കുന്നു കേട്ടോ. അല്ല, ഉണ്ണുണ്ണിച്ചായനോ? അന്ന് ക്ലബിൽ നിന്ന് കണ്ടാ പിന്നെ കണ്ടില്ലല്ലോ. എനിക്കൊരു ലയേഴ്സ് കോൺഫറൻസ് ഉണ്ടായിരുന്നു. ആശുപത്രിയിലാണെന്നും വയറ് കഴിയുന്നൊക്കെ പറഞ്ഞു കേട്ടു. ഓ, അതെന്റെ ഒരു ഹോബിയാണ്. കൂടെ കൂടെ വയറ് കഴിയുന്നു. എന്ത് കഴിവ് കൂടെ? അതെന്തിന്? പുറം മാത്രം നന്നായിരുന്നാ പോരാ, അകം കൂടെ നന്നായിരിക്കണം. നീ ഇയാളെ നീനയുടെ ഹസ്ബൻഡ് എന്ന് പറഞ്ഞല്ലേ പരിചയപ്പെടുത്തിയത്? അതെ. ഇയാളിപ്പോ വീണ്ടും വിവാഹം കഴിക്കാൻ പോകുന്നു പറയുന്നല്ലോ. എനിക്കും അതാ മനസ്സിലാവാത്ത. നിങ്ങളല്ല ഭർത്താവിന്റെ അടുത്തുനിന്ന് ഭാര്യ കാമുകനെ വിളിച്ചു മാറ്റി പരസ്യമാക്കി സ്വന്തം ഈ ലോകത്തിന് ആദ്യമായിട്ടാണ്. ഇന്ന് ഞാനതിന്റെ അവസാനം. ഹലോ, സോറി ഡോക്ടർ. നീന വന്നിട്ടുണ്ട്. നമുക്ക് വേഗം ഇവിടെ എവിടെ? സത്യമാണോ നീ പറയുന്നത്? നീന ബോബിയുടെ ഭാര്യയാണ്. ഞാൻ വ്യക്തമായിട്ട് ചോദിച്ചറിഞ്ഞു. ദൈവാധീനം കൊണ്ട് ബ്രെയിന് തകരാറൊന്നുമില്ല. പോലീസ് കേസ് ഫയൽ ചെയ്തിട്ടുണ്ടോ? കേസ് ഫയൽ ചെയ്തിട്ടുണ്ട്. താടിയെല്ലിന് അടിയേറ്റതുകൊണ്ട് സംസാരിക്കാനാവില്ല. ഒരാഴ്ചത്തേക്ക് അനങ്ങാനും പാടില്ല. തലയിലെ മുറി ഉണങ്ങി കഴിഞ്ഞാൽ വീട്ടിൽ പോ. ഡോക്ടർ, അടിച്ചവന്റെ എന്തെങ്കിലും വിവരം കിട്ടിയോ? അയാൾക്കൊന്നും ഓർമ്മയില്ല. അല്ല, ഒരു ചെറിയ ചായയെങ്കിലും എങ്ങനെ ഇരിക്കുമെന്നൊരു. ആദ്യത്തെ അടിക്ക് തന്നെ ബോധം പോയി. എങ്ങനെ കാണാൻ? പണം കടം വാങ്ങി ആരുവാണെന്നാ പോലീസ് റിപ്പോർട്ട്. ഓ, രക്ഷപ്പെട്ടു. അല്ല, രക്ഷപ്പെട്ടല്ലോ, ചാവാതെ രക്ഷപ്പെട്ടല്ലോ എന്ന് പറയായിരുന്നു. വിവാഹം ഏതായാലും നിശ്ചയിച്ച നാളിൽ തന്നെ നടക്കട്ടെ, അല്ലേ ചാക്കോച്ച? ചാക്കോച്ച സമ്മതിച്ചു. ഇനി നമുക്ക് മറ്റൊന്നും ആലോചിക്കാനില്ല, നടത്തുക തന്നെ. ഡാഡി എന്ത് ധൈര്യത്തിലാ വിവാഹത്തിന് സമ്മതിച്ചത്? വിവാഹത്തിന് മുമ്പ് അയാളോട് എല്ലാം തുറന്നു പറയണമെന്ന് ഞാൻ വിചാരിച്ച. പക്ഷെ ഈ നിലയിൽ കിടക്കുന്ന ഒരാളോട് എങ്ങനെ പറയും? നീ തന്നെയാണോ അയാളുടെ തലയടിച്ച് പൊളിച്ചത്? ഡാഡി, ഒരുപാട് ചങ്ങിക്കുത്ത് നടത്താനും പറയരുത്. എനിക്ക് അങ്ങനെ വല്ല ഉദ്ദേശം ഉണ്ടായിരുന്നു ഞാൻ അവളുടെ തല അടിച്ചു പൊളിക്കില്ലായിരുന്നോ? നീ ഇനി വെറുതെ കുറ്റം പറയണ്ട. എനിക്കറിയാം എല്ലാവരും അവളുടെ പക്ഷത്താ. പക്ഷെ കർത്താവിന്റെ കൂടെ നോക്കിക്കോ. ഈ കല്യാണത്തിന് മുമ്പ് ഡാഡിക്ക് മനസ്സിലാവും പാല ഏതാ വെള്ളം ഏതാന്ന്. ബോബി, ടെലിഗ്രാം വന്നിട്ടുണ്ട്. എന്തിന്? നാളെ കാലത്ത് മണികണ്ഠം വരുന്നു.
ഒന്നിപ്പോഴേ ചമ്മൂന്നാണടാ. ഇപ്രാവശ്യം ഒന്നുകിൽ നീ, അല്ലെങ്കിൽ ഞാൻ. എല്ലാത്തിനെയും നാളെ ഞാൻ കൊല്ലുവടാ. എടാ നിനക്ക് ഒരു വ്യത്യാസം ഇല്ലല്ലോടാ. നീ പഴയ മഴുവൻ മണികണ്ഠൻ തന്നെ. മഴുവനും മണ്ടനൊക്കെ ആണെങ്കിലും ഒരു ആവശ്യം വന്നപ്പോ ഈ മണികണ്ഠനെ ഉണ്ടായുള്ളൂ. ഇവനാണ് എന്റെ ഭാര്യയുടെ ഗർഭമായിട്ടെടുക്കാൻ വന്നിരിക്കുന്ന തെണ്ട്. എല്ലാറ്റിനെയും ഞാനിന്ന് ഒരുമിച്ച് കൊല്ലും. സോണി, ഗെറ്റ് റെഡി. വാടി സർ. ഇന്ന് മൂന്നിന്റെയും കട്ട പോകാം. കച്ചട പരിപാടിയാണ്. പിന്നെ നീ എന്റെ ഒരു സുഹൃത്തായതുകൊണ്ടും 50,000 രൂപ തരാന്ന് പറഞ്ഞതുകൊണ്ടും ചെയ്യാം. കൊച്ചിനെയും തള്ളയും വീട്ടിൽ നിറക്കിയാല് അപ്പൊ കയ്യിൽ കാശ് തരും. വേറെ വല്ല ഡീറ്റെയിൽസ് അറിയണോ? ഒന്നും വേണ്ട. അതിന് ഏറ്റവും സ്ട്രോങ് തെളിവ് ഇതല്ലേ. ഇതാ ഞാനും നീനയും തമ്മിലുള്ള മാരേജ് സർട്ടിഫിക്കറ്റ്. അവൾ എന്റെ ഭാര്യയാണെന്ന് പ്രൂവ് ചെയ്യാൻ ഇതിൽ കൂടെ വല്ലതും വേണോ? നീ സ്മാള് പറ. നിനക്കെന്താ റമ്മോണ ബ്രാൻഡ് വേണോ? റമ്മ, സ്കോച്ച് അതിൽ കുറഞ്ഞ പരിപാടിയൊന്നുമില്ല. ശരി. പിന്നെ ഇവിടെ ചൂട് പെറോട്ട കിട്ടും. അണ്ണാ, അണ്ണനോ? ആരാ, എവിടെന്നാ, എന്ത് വേണം, എന്താ കാര്യം? ലാസർ പാലയെന്ന് ഒരു കാപ്പ് ഓടിക്കണം. എന്റെ ഭാര്യ ഒന്ന് കാണണം. അണ്ണ അവളൊന്ന് വിളിക്കാമോ? ഒന്ന് വിളിയെന്നാ. ഇയാളുടെ ഭാര്യ ഇവിടെ എന്ത് പണി ചെയ്യണേ? ഇവിടെ അവള് ഭാര്യയുടെ പണി തന്നെ ചെയ്യുന്നത്. പോക്കിരിത്തരം പറയുന്നോടാ. കാണിക്കല്ലേ, വല്ലവന്റെ ഭാര്യ ഒളിച്ചു താമസിക്കുന്ന കണ്ടോ പോക്കത്തരം. ഇവിടത്തെ കൊച്ചുമലയുടെ ഭാര്യയും കൊച്ചുമായിട്ട് താമസിക്കുന്നത് എന്റെ ഭാര്യയും കൊച്ചുവാ. കുഞ്ഞേ, അത് സാറേ, ജയമോളെ ഓടി വരണേ. കണ്ടിട്ടൊരു അവലക്ഷണം പിടിച്ചവനെ പോലുണ്ടല്ലോ. തനി അതെന്റെ അച്ഛന്റെ കുഴപ്പ. താൻ വലിയ ക്രോസ് സാരം നടത്തണ്ട. മര്യാദക്ക് എന്റെ ഭാര്യ കൊച്ചിനെ വിളി. താൻ ആരോടാണോ? ഉടക്കാൻ നിൽക്കണ്ട. ഡാഡി പറഞ്ഞ ശരിയാ. കണ്ടാലറിയാൻ ചെറ്റയാണെന്ന്. ഇവന്മാരായിട്ടൊക്കെ സംസാരിക്കുന്ന നമ്മുടെ അന്തസ്സിനെ പറ്റിയതല്ല. നിന്നെ വിളിക്കാം. ജയ, അവളെ വിളിച്ചേ. അവള് വരട്ടെ. ഇറങ്ങി വാടി, ഇറങ്ങി വരാൻ. എടി ദ്രോഹി, വഞ്ചകി, ചതിച്ചി, എവിടെയാണ് എന്റെ കൊച്ച്? എവിടെയാണ്? നിങ്ങൾ ആരാ? ഞാൻ ആരാണെന്ന് അറിയില്ലല്ലേടി. സൂക്ഷിച്ചു നോക്ക്. കോട്ടയം സെന്റ് മേരീസ് പള്ളിയിൽ 1990 ജനുവരി 9 മാതാവിനെ സാക്ഷി നിർത്തി നിന്നെ താലി കെട്ടിയ കോർപ്പറേഷൻകാർക്ക് ലാസറിന്റെ മുഖത്ത് നോക്കി നിങ്ങൾ ആരാണെന്ന് ചോദിക്കാൻ നിനക്ക് എങ്ങനെ ധൈര്യം വന്നടി? നിന്റെ ചാന്തിനും പൊട്ടിനും ക്യൂടെക്സിനും പോലും എന്റെ ശമ്പളം തികയില്ലെന്ന് പറഞ്ഞ് നീ വിട്ടുവിട്ടിറങ്ങിയപ്പോൾ പണത്തിനേക്കാൾ വലിയ വില സ്നേഹത്തിനുണ്ടെന്ന് മനസ്സിലാക്കി നീ എന്റെ വീട്ടിൽ തിരിച്ചു വരാൻ നാളെ പ്രതീക്ഷിച്ച് ആ പൂമുഖപ്പുഴയിൽ കഴിഞ്ഞ വെള്ളിയാഴ്ച ഒരു നിനക്ക് വേണ്ടി ഞാൻ കാത്തിരുന്നു. നാട് മുഴുവൻ എന്നെ എന്റെ കുഞ്ഞിനെ തേടി, നിന്നെയും നിന്റെ കുഞ്ഞിനെയും തേടി ഇവിടെ കാണാൻ വന്നപ്പോ ഇത്ര ക്രൂരമായി നിങ്ങൾ ആരാണെന്ന് എന്റെ മുഖത്ത് നോക്കി നീ ചോദിക്കുന്നത് ഒരിക്കലും ചെവുക്കുറ്റി നോക്കി ഒരു ഒറ്റ എന്റെ നീനെ ശിക്ഷിക്കാൻ രക്ഷിക്കാനുള്ള അധികാരം എനിക്ക് മാത്രമാണ്. എവിടെ നമ്മുടെ കുഞ്ഞ്? ഒന്ന് കാണാനാണ് ഞാൻ ഓടി വന്നത്. പ്ലീസ് പ്ലീസ്. എനിക്ക് ഇയാളെ അറിയാം. കോളേജിൽ വെച്ച് അന്ന് ഇയാളുടെ പേര് മണികണ്ഠൻ എന്നായിരുന്നു അല്ലേ? അതെ, അത്
അതിനുശേഷം നിന്നെ കല്യാണം കഴിക്കാൻ വേണ്ടിയല്ലേ ഞാൻ ജാതി മറി ലാസറായത്. വേറെ നല്ല പേരൊന്നും കിട്ടിയില്ലേ മോനെ? അയ്യോ എല്ലാം കള്ളവാ. എനിക്ക് ഇങ്ങനെ ഒരു ഭർത്താവേ ഇല്ല. ഇത്ര നീതി ആവരുത് നീ. നിങ്ങൾ കല്യാണം കഴിച്ചതിന് തെളിവ് വല്ലതും ഉണ്ടോ? ഉണ്ട്, മാരേജ് സർട്ടിഫിക്കറ്റ് ഉണ്ട്, ഞാൻ കാണിച്ചു തരാം. മതി മതി, മാരേജ് സർട്ടിഫിക്കറ്റ് മതി. അതിൽ കൂടുതൽ തെളിവ് നമുക്ക് വേണ്ടല്ലോ. ഇതങ്ങനെ ഒരാളെ മനസമാധാനത്തോടെ കൊല്ലാനും സമ്മതിക്കില്ല. ഇതെന്താടോ ഇത് ഞാൻ അടുക്കളയിലെ ഷെൽഫിലാ വെച്ചിരുന്നത്. അങ്ങനെ പറ്റിയതാവും. ഇത് മാരേജ് സർട്ടിഫിക്കറ്റ് തന്നെയാണ്. സീൽ കത്തിയിട്ടില്ല, നോക്കിയാൽ മതി. നോക്കിയാൽ മനസ്സിലാവും. അയ്യപ്പസ്വാമിയാണ് സത്യം. അയ്യപ്പസ്വാമി ജാതി മാറി വെച്ച് നമുക്ക് പഴയ ദൈവങ്ങളെ മറക്കാൻ പറ്റുമോ? ശരി ശരി ശരി, ഞാൻ നിന്റെ ഭർത്താവല്ല, സമ്മതിച്ചു. പക്ഷെ നീ പറഞ്ഞത് എനിക്ക് ഓർമ്മയുണ്ട്. നീ ഒരു പണക്കാരന്റെ ഭാര്യയായിട്ട് ജീവിക്കുന്നത് കാണിച്ചു തരാന്ന് പറഞ്ഞാൽ നീ ഇവിടെ വിട്ടിറങ്ങിയത്. നീ സുഖമായി ജീവിച്ചോളൂ. പക്ഷെ എന്റെ കുഞ്ഞ്, എന്റെ സ്വന്തം ചേര അല്ല, സ്വന്തം ചോരയെ പറഞ്ഞ കുഞ്ഞ്, എനിക്കത് വേണം. നിന്റെ ചോര എ പോസിറ്റീവ് ആണോ? ഇമോഷണലായി സംസാരിക്കുന്നതിനിടെ തമാശ വളരരുത്. അടുക്കളക്കാരൻ നോക്കിയാൽ മതി. കുടുംബാര്യത്തിന് നടവണ്ട. ശരി, കുഞ്ഞിനെ ഞാൻ തരാം. നിങ്ങൾ കുറെ നേരമായി കുഞ്ഞ് കൊച്ചെന്നൊക്കെ പറയുന്നുണ്ടല്ലോ. എന്താ കുഞ്ഞിന്റെ പേര്? പേരിലെന്തിരിക്കുന്നു, ബന്ധത്തിലാണല്ലോ കാര്യം. സ്വന്തം അച്ഛന് കുഞ്ഞിന്റെ പേരറിയായിരിക്കുമോ? അതല്ല, പക്ഷെ സാറൊന്ന് ആലോചിക്കണം. സ്വന്തം കുഞ്ഞിന്റെ പേര് പറഞ്ഞ് അത് സ്വന്തം കുഞ്ഞാണെന്ന് തെളിയിക്കേണ്ടി വരുന്ന ഒരു തന്തയുടെ മനോവേദന. ലോകത്ത് ഒരു അച്ഛന് ഇങ്ങനെ ഒരു ഗതികേട് വരുത്തരുത് ഗുരുവായൂർ. കർത്താവേ, അതേത് കർത്താവാണ്? അണ്ണാന്ന് വിളിച്ചോ, ആണ്ട് വേറൊന്നും വിളിപ്പിക്കരുത്. അപ്പൊ പേര് പറഞ്ഞ കുഞ്ഞിന് തരും. തരാം. എന്നാ കേട്ടോ, മേരി. മേരി എന്നുള്ള പേരിലൊരു കുട്ടി ഇവിടെ ഇല്ല. മേരി എന്നാണ് ഞാൻ വിളിക്കുന്നത്. എന്റെ കൊച്ചു എനിക്ക് സൗകര്യമുള്ള പേര് വിളിച്ചൂടെ? എന്താ കൊള്ളൂല്ലേ പേര്? നിങ്ങളോട് ചോദിച്ചത് ആ കുട്ടിയുടെ ശരിയായ പേരാണ്. ശരിയായ പേര് മുത്തു. പെൺകുട്ടികൾക്ക് ആരെങ്കിലും മുത്തു എന്ന് പേരിടൂടാ? ഇട്ടൂടെ നിയമമൊന്നുമില്ലല്ലോ. എന്റെ അമ്മയുടെ പേര് പീതാംബരൻ എന്നായിരുന്നു. നിന്നെ കണ്ടപ്പോഴേ എനിക്ക് തോന്നി നേരെ ചുവയുള്ള തന്തയ്ക്കും തള്ളയ്ക്കും ജനിച്ചല്ലെന്ന്. എനിക്കറിയാം, ഇവന്റെ അച്ഛന്റെ പേര് ഭവാനിയമ്മ എന്നാ അല്ലേ? മനുഷ്യ ഇവിടെ തീർന്നു നിൽക്കുമ്പോ കളിയാക്കല്ലേ. കുഞ്ഞിന്റെ പേരപ്പ തനിക്ക് അറിയില്ല. എന്താ പിള്ളേർ ആവശ്യമില്ലാത്ത ഓരോ സാധനം ഓരോ സ്ഥലത്ത് കൊണ്ടുവയ്ക്കും. എന്റെ വായിക്കാത്ത കയറിയിരുന്ന് വിടുവിച്ചാലേ ശരിയാവും. ജയ, പോലീസ് സ്റ്റേഷനിലേക്ക് ഒന്ന് ഫോൺ ചെയ്തിട്ട് എസ് ഐയോടിക്ക് വരാൻ പറ. ഇവനെ ഞാനിന്ന് ശരിയാക്കും. വേണ്ടടി, ഇവനെ ഞാൻ ഹാൻഡിൽ ചെയ്യാം. സത്യം പറയടാ, കുഞ്ഞിന്റെ പേര് നിനക്കറിയാം? കുഞ്ഞിന്റെ പേര് പറഞ്ഞാൽ കുഞ്ഞിനെ തള്ളാൻ നിനക്ക് വിട്ടുതരാം. പറയടാ, കുഞ്ഞിന്റെ പേര് മല. മല മല കുഞ്ഞിന്റെ പേര് മല. മലയോ? പോലീസിനെ വിളി. മലയല്ലടാ, കുന്ന്. കുന്ന് നിന്റെ അമ്മയുടെ 16 അടി നടന്നില്ലേ? ആ കുന്ന്. കഴുത, മല കഴുത. അത്ര വലിയ വായൊന്നും അടിക്കണ്ട. പറഞ്ഞപ്പോ മുഴുവൻ പറയണമായിരുന്നു. എന്ത് പറയണം? ആര് പറയണം? നീ പറയണമായിരുന്നു. കൊച്ചിന്റെ തന്തയായിട്ട് പിന്നെ നീയല്ലേ പറഞ്ഞത്. അപ്പൊ കൊച്ചിന്റെ പേരും പറയണമായിരുന്നു. പച്ച കള്ളാടി, ഞാൻ ഇവരെ കണ്ടിട്ട് പോലുമില്ല. ഓ, അങ്ങനെ എന്നെ മാത്രം കള്ളനാക്കിയിട്ട് നീ രക്ഷപ്പെടാൻ ശ്രമിക്കണ്ട. എടാ, ഈ പെണ്ണിന്റെ ഭർത്താവായിട്ട് അഭിനയിക്കാൻ 50,000 തരാം. നീ ടെലിഗ്രാം ചെയ്തിട്ട് ഞാൻ വന്നു. 5 വർഷം ഞാൻ ടെലിഗ്രാം അടിച്ചിട്ട്. 5 വർഷം നീ ആർക്കടിച്ച്? നിന്റെ അച്ഛൻ ചെത്തപ്പോ കൺഗ്രാജുലേഷൻ ടെലിഗ്രാം അടിച്ചടാ. ഫ്രോഡ്. സാർ, എവനാണ് ഫ്രോഡ്? സത്യം ഞാൻ പറയാം. ഞാൻ നീനെ ഒരു കാലം എവര് തമ്മിൽ പ്രേമമായിരുന്നു. എവൾ ഗർഭിണിയായപ്പോൾ അത് കലക്കാൻ വേണ്ടി നീ അനുസരിച്ചില്ല. തട്ടിക്കളയുന്നവരെ അവൻ ഭീഷണിപ്പെടുത്തി. എന്നിട്ട് ഏറ്റില്ല. അവൾ കുഞ്ഞിനെ പ്രസവിച്ച് വളർത്തു എന്ന് പറഞ്ഞു. ഇവൻ അന്ന് മുങ്ങി. അതിനുശേഷം ഞങ്ങൾ തമ്മിൽ കാണുന്നത് ഇന്നാണ്. സാറേ, ഈ കുഞ്ഞ് അവന്റെ തന്നെയാണ്. ജയിലിൽ വിളിച്ച് എന്നെ തൂക്കിക്കൊല്ലും. അവര് കയറെടുത്ത് വെക്കാൻ പറഞ്ഞാടി. ഞാൻ ഇന്നിവരെ കൊല്ലും. ഇനിയൊരു പെണ്ണിന്റെ ജീവിതം കൂടെ നശിപ്പിക്കാൻ ഞാൻ സമ്മതിക്കില്ലടാ. ചാക്കോച്ച തന്റെ മോളെ രക്ഷിച്ചു. മിസ്റ്റർ മാത്യു വർഗീസ്, ഈ പെണ്ണിനറിയോ? തന്റെ മരുമോളാകാൻ വേണ്ടി മന്ത്രകൂടി വാങ്ങി കച്ച കെട്ടിയിരിക്കുന്ന എന്റെ മോളാണ്. ഒരു കാര്യം അറിയാനാണ് വന്നത്. തന്റെ അനന്തരവന് എത്ര അച്ഛന്മാരുണ്ട്? വേണ്ട, 10 പേര് കേൾക്കെ തന്നെ പറയാനാ ഞാൻ ഇവിടെ വന്നത്. എല്ലാവരും അറിയട്ടെ, പുതുച്ചേരിക്കാരുടെ അന്തസ്സും ആഭിജാത്യവും. വലിയ മറ്റെടുത്ത IG ആണെന്ന് പറഞ്ഞ് ഡിസിപ്ലിൻ പ്രസംഗിച്ച് നടന്നിട്ട് കാര്യമില്ല. മനുഷ്യനായ നാണവും മാനവും വേണം. എന്റെ കാശും കടം വാങ്ങി നക്കിയിട്ട് എന്റെ മോളെ
ഭാര്യയും കൊച്ചുമുള്ള ഒരുത്തന്റെ തലയിൽ കെട്ടിവെക്കാൻ നോക്കിയവനാണ് ഈ റാസ്കൽ. കല്യാണപ്രായ ഇതുപോലൊന്ന് തന്റെ വീട്ടിലും ഇല്ലേ? എങ്ങനെ തോന്നിയടാ നിനക്കിതൊക്കെ? എന്റെ മോളെ ജീവിതം എടുത്താൻ നീ കളിച്ചത്. നിന്നെ ഞാൻ വെറുതെ വിടുമെന്ന് കരുതേണ്ട. നിന്നെയും നിന്റെ കുടുംബത്തെയും കുത്തുവാള എടുപ്പിച്ച് ഞാൻ അടങ്ങും. വാ മോളെ. പറയാനുള്ളത് വീട്ടിൽ വന്ന് പറയണം, അല്ലാതെ മറ്റുള്ളവരുടെ മുമ്പിൽ വെച്ച് ഇൻസൾട്ട് ചെയ്യലായിരുന്നു വേണ്ടത്. അയാളുടെ കർണക്കുറ്റി നോക്കി ഒന്ന് വെച്ചു കൊടുക്കാൻ പാടില്ല ഡാഡിക്ക്. വൈകി പറഞ്ഞ ഞാൻ ചെയ്യാം. അയാളുടെ സ്ഥാനത്ത് ഞാനായിരുന്നെങ്കിലും ഇങ്ങനെ തന്നെ പ്രതികരിച്ചേനെ. അന്തസ്സും അഭിമാനമൊക്കെ നമുക്ക് മാത്രമല്ലല്ലോ ഉള്ളത്. അതിന് മുറിവ് വെക്കുമ്പോൾ ഞാനും നീയൊക്കെ ചെയ്യുന്നതേ ആ കൊച്ചിനും ചെയ്തുള്ളൂ. നന്നായി എന്നാ ഞാൻ പറയുന്നത്. കഴിഞ്ഞല്ലോ എല്ലാം. ഇപ്പോഴാ എൻ്റെ മനസ്സൊന്ന് തണുത്തത്. അറിയേണ്ടതെല്ലാം എല്ലാവരും അറിഞ്ഞു കഴിഞ്ഞു, കേൾക്കേണ്ടതെല്ലാം കേട്ടും കഴിഞ്ഞു. ഇനി ബാക്കിയുള്ളത് നീനെ സ്വീകരിക്കുക എന്നുള്ളതാണ്. വേണ്ടെന്ന് വെക്കാം. നിനക്ക് സത്യാഗ്രഹമോ ആത്മഹത്യയോ എന്ത് വേണം ചെയ്യാം. പക്ഷെ എനിക്കറിയണം എന്താ തീരുമാനമെന്ന്. ഞാനിവളെ സ്വീകരിക്കാം. പക്ഷേ സത്യം ഇവള് പറയണം. ഈ കുഞ്ഞ് ആരുടേതാണെന്ന് ഇവള് പറഞ്ഞേ തീരൂ. എത്ര പ്രാവശ്യം പറഞ്ഞു ബോബിയുടെ ആണെന്ന്? ഇതാണ് എനിക്ക് ചൊറിഞ്ഞു വരുന്നത്. കഴുത്തി വെച്ച് കൊല്ലും ഞാൻ രണ്ടിനെ. അതായിരിക്കും എന്റെ അവസാനം. ഇനി നിന്റെ വല്ല വിദ്യയും ബാക്കിയുണ്ടോ ഈ കൊച്ചു നിന്റെ അല്ലം തെളിയിക്കാൻ? ഞാൻ എന്റെ ചങ്ക് പൊളിച്ച് കാണിച്ചാൽ നിങ്ങളൊക്കെ ചെമ്പരത്തി പോകുന്നേ പറയൂ. അതുകൊണ്ട് ഞാൻ ഇനി ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ഇനി ഡാഡി പറഞ്ഞ ഞാൻ എന്താ ചെയ്യേണ്ടത് അതുപോലെ ചെയ്യാം. തീർച്ചയാണോ? അതെ. ഇറക്കി വിടണോ, കൊല്ലണോ, കുഴിച്ചു വിടണോ? പറ. ഇപ്പൊ ചെയ്യാം. വരുന്നിടത്ത് വെച്ച് കാണാം. നീ ഇവിടെ വിവാഹം കഴിക്കണം. അതാണ് എനിക്കിഷ്ടം. ഉറങ്ങിയല്ലേ? അപ്പൊ സൗകര്യമല്ല. ഇന്നെന്റെ വിവാഹം നടക്കേണ്ട ദിവസമാണ്. നാട്ടുകാരും വീട്ടുകാരുമായിട്ട് ഒരുപാട് പേര് പള്ളിയിൽ വന്നു. അവരോടൊക്കെ എന്റെ ഡാഡി ബോബി മോന് വേറൊരു ഭാര്യയും കുഞ്ഞും ഉള്ള കഥ പറഞ്ഞ് നാണം കെട്ടു. പക്ഷെ എനിക്കൊരു സങ്കടമില്ല. ഞാൻ കിട്ടാൻ ഉദ്ദേശിച്ചതിലും നല്ല സുന്ദരിയും മിടുക്കിയായിട്ടുള്ള പെണ്ണാ നീ. സോ ഐ എം നോട്ട് എ ലൂസർ ഇൻ ദ ബാർഗെയിൻ. ഈ കച്ചവടം എനിക്ക് നഷ്ടമല്ലാതെ. നന്നായി കുടിച്ചിട്ടുണ്ടല്ലേ? ക്വൈറ്റ് നാച്ചുറൽ. Happy days are here again. Thumbs up. ഈ മുറിയിൽ നിന്ന് എന്റെ ആദ്യ രാത്രി നടക്കേണ്ട ദിവസം. അത് മാത്രമായിട്ട് നടക്കാതിരിക്കാൻ ഞാൻ സമ്മതിക്കത്തില്ല. ഞാൻ പറയുന്നത് ഇത് നമ്മുടെ ആദ്യ രാത്രിയാണ്. ഇനി പച്ചയ്ക്ക് പറയണോ? രണ്ടെണ്ണം അകത്ത് പോയാൽ പിന്നെ പുറത്തിറക്കുന്നത് എനിക്ക് അറിഞ്ഞൂടാ. ബോബി റൂമിൽ നിന്ന് പോയില്ലെങ്കിൽ ഞാൻ ബഹളം ഉണ്ടാക്കും. ബഹളം ഉണ്ടാക്കണം. എല്ലാരും വരും എന്ത് ചെയ്യുന്ന പറയും. ഇത് എന്നെ കയറി പിടിച്ചെന്നാ. ഇതാണ് ഈ വെള്ളമടിച്ച് ഞാൻ നിന്നെ കയറി പിടിച്ചെന്നാ. ഭർത്താവ് ഭാര്യ കയറി പിടിക്കുന്ന കുറ്റാണോ? വിളി, എല്ലാരും വിളി. ഞാൻ വിളിക്കാം. ഡാഡി ബലാത്സംഗം കാണണമെങ്കിൽ വാ. ഞാൻ നിന്റെ മുമ്പില് കൊണ്ട് ഇതാണ് വെള്ളമടിച്ചു കഴിഞ്ഞാ പണ്ട് കുറെ പരിശുദ്ധ പ്രേമം കാണിച്ചിട്ടുണ്ട്. ഞാൻ ഇന്ന് മനസ്സ് വെച്ചിരുന്നെങ്കിലേ ആ കിടക്കുന്ന പോലെ കുറെ എണ്ണം നിന്റെ ഇലയിൽ ഇരുന്നേനെ. മനസ്സിലായില്ലേ? അതുകൊണ്ട് മോളിക്ക ചേട്ടൻ മോളുടെ ഭർത്താവല്ലേ. നമുക്ക് പാലും പൂമത്തെ ഒന്നും ഇല്ലാതെ രാത്രി അവിടെ നടത്താം. വാ പാടി പാടി ഇവിടെ. എവിടെയെങ്കിലും എനിക്കൊന്ന് ജയിക്കണ്ടേ? എന്നെ ദ്രോഹിക്കരുത്. ഞാൻ എല്ലാം സത്യം പറയാം. എന്നാ പറ, നിന്റെ ഉദ്ദേശം എന്താ? പറയടി. ഞാൻ പറയാം. ബേബിച്ചായ, എന്താ നീ? ഒരു കാര്യം പറയാനുണ്ട്. ഒരു നിമിഷം. എന്താ കാര്യം? ബേബിച്ചായം വരാൻ വേണ്ടിയാണ് ഇത്രയും നാൾ ഞാനിവിടെ കാത്തിരുന്നത്.
ഇനി അധികം നാൾ ഒരു തെറ്റും ചെയ്യാത്ത പാവത്തിനെ ശിക്ഷിക്കാൻ എനിക്ക് വയ്യ. നീന പറയുന്നൊന്നും എനിക്ക് മനസ്സിലാകുന്നില്ല. കുറച്ചുനാൾ ബേബിച്ചായും ഭാര്യയുമായി പിണങ്ങി ബോംബെയിൽ താമസിച്ചിരുന്ന ഓർമ്മയുണ്ടോ? അതുകൊണ്ട് അപ്പോ അവിടെ വെച്ചൊരു പെൺകുട്ടിയെ കണ്ടുമുട്ടി. മീന. പരിചയപ്പെട്ടു, സ്നേഹിച്ചു, അവസാനം വിവാഹം ചെയ്യാമെന്ന് വാക്കു കൊടുത്തു. വഞ്ചിച്ചിട്ട് കടന്നു കളഞ്ഞു. നിങ്ങളുടെ കുഞ്ഞിന് ജന്മം നൽകിയിട്ട് അവൾ മരിച്ചു. ഓർമ്മയില്ലേ മീന? ഒരു പാവം മീന. അതെന്റെ സഹോദരിയാണ്. അവളുടെ കുഞ്ഞാണ് എന്റെ കൂടെ ഉള്ളത്. അമ്മയില്ലാത്ത കുഞ്ഞിനെ അച്ഛനെ ഏൽപ്പിക്കാനാണ് ഞാൻ ഇവിടെ വന്നത്. ഞാനിത് വിശ്വസിക്കില്ല. മനസ്സ് വിശ്വസിക്കാത്തതോ അതോ വിശ്വസിക്കാൻ ഇഷ്ടമില്ലാത്തതുകൊണ്ടോ? ഞാൻ നീന പറഞ്ഞ മുഴുവൻ സത്യമായിരിക്കും. ആണ്. സമ്മതിച്ചു. പക്ഷെ ഒരിക്കൽ വാടാൻ തുടങ്ങിയ എന്റെ കുടുംബജീവിതം വളരെ കഷ്ടപ്പെട്ടാണ് ഞാൻ വളർത്തിയെടുത്തത്. എത്ര ക്രൂരത ചെയ്യേണ്ടി വന്നാലും ഇനി നശിപ്പിക്കാൻ ഞാൻ തയ്യാറല്ല. എനിക്കാരെ അറിയില്ല, ആരെയും. നിങ്ങൾ ചെയ്ത പാവത്തിന് ബലിയാടാകേണ്ടി വന്നത് ബോബിയാണ്. ഒരുപാട് ദ്രോഹിച്ചു ഞാൻ ആ പാവത്തിനെ. ഇനിയും വയ്യ. സത്യം ഞാൻ എല്ലാവരോടും പറയും. നീ എന്നെ വെറുതെ ഉമ്മാക്കി കാണിച്ച് പേടിപ്പിക്കരുത്. നിനക്കെന്താ വേണ്ട? ഈ കുഞ്ഞിന് ഉണ്ണാനും ഉടുക്കാനും പഠിക്കാനും വളരാനും വേണ്ട എന്ത് വേണമെങ്കിലും ഞാൻ തരാം. എത്ര പണം വേണമെങ്കിലും പറയൂ, എന്താ വേണ്ടത്? ആ കുഞ്ഞിനൊരച്ഛൻ വേണം. സ്വന്തം അച്ഛൻ ജീവിച്ചിരിക്കുമ്പോൾ അനാഥയായിട്ട് അവൾ വളരാൻ ഞാൻ സമ്മതിക്കില്ല. അതാണ് എന്റെ ആവശ്യം. നിന്റെ ആ മോഹം നടക്കില്ല. നിന്റെ ഒരു കഥ ഇവിടെ എല്ലാവരും വിശ്വസിച്ചിരിക്കുന്നുണ്ട്. ഈ പുതിയ കഥ എത്ര സത്യമാണെങ്കിലും അതൊക്കെ നുണക്കഥയാക്കി കാണിക്കാൻ എനിക്ക് കഴിയും. ഒരാളും നിന്നെ വിശ്വസിക്കില്ല. ഞാൻ വിശ്വസിക്കും. ഇത്രയും വലിയൊരു ദ്രോഹം എന്റെ മോൻ എങ്ങനെ ചെയ്യാൻ സാധിച്ചു? ഞാൻ വേണ്ട. ഒരുപാട് വാക്കുകൾ ശ്രദ്ധിച്ച് പെറുക്കിയെടുക്കേണ്ടി വരും. വൃത്തികേടില്ലാത്ത രീതിയിൽ നീ ചെയ്ത വൃത്തികേട് എന്റെ മുമ്പിൽ അവതരിപ്പിക്കാൻ. നിനക്കതിനുള്ള മാനസികാവസ്ഥ ഇപ്പോഴില്ലെന്ന് എനിക്കറിയാം. നിനക്ക് പക്ഷത്തിരിക്കാം, മാപ്പ് ചോദിക്കാം, നിഷേധിക്കാം. പക്ഷെ ഈ സന്ദർഭത്തിൽ ഇവിടെ ഇതൊന്നും പരിഹാരമല്ല. ഞാൻ എന്ത് വേണമെന്നായി പറയുന്നത്? ഇങ്ങനെ ഒരു ചുറ്റുപാടിൽ ഈ ഒരു ചോദ്യം മാത്രമേ നിനക്ക് ചോദിക്കാനാവൂ. ആഘാതങ്ങൾ അടുത്തടുത്ത് വന്നതുകൊണ്ടാവാം സ്വല്പം വിവേചനാബുദ്ധിയോടെ ചിന്തിക്കാൻ എനിക്ക് കഴിയുന്നത്. പക്ഷെ ഒരു തീരുമാനമെടുക്കാനാവുന്നില്ല. നിനക്ക് പറയാനുള്ള പറഞ്ഞു കഴിഞ്ഞില്ലേ? Now the ball is in our court. You may go. ഡാഡി, ഞാൻ പറയുന്നൊന്ന് കേൾക്കണം. ഞാൻ തെറ്റ് ചെയ്തു പോയി. തിരുത്താൻ മനസ്സിലാഞ്ഞിട്ടല്ല. ഒരിക്കൽ തകർന്നത് ഒട്ടിച്ചേർത്ത് നിങ്ങളെല്ലാം കൂടാണ്. റീനെ അറിഞ്ഞാൽ ഒരു കുഞ്ഞിന് അച്ഛനുണ്ടാവുമ്പോൾ മറ്റഞ്ചു കുഞ്ഞുങ്ങൾക്ക് അമ്മയില്ലാതാവും. ഏത് തുലാസിലാണ് ഭാരം കൂടുതലിടേണ്ടതെന്ന് പറയൂ. ഞാനത് ചെയ്യാം. എന്താ ആലോചിക്കുന്നത്? വെറുതെ. കഴിഞ്ഞൊന്നും ആലോചിച്ച് വിഷമിച്ചിട്ട് കാര്യമില്ല. നീന നല്ല പെണ്ണ്. അവൾ പറയുന്നത് ഞങ്ങൾ വിശ്വസിക്കുന്നോ ഇല്ലയോ എന്നത് പോട്ടെ. ഒരിക്കൽ നീ മനസ്സോർന്ന് സ്നേഹിച്ച പെൺകുട്ടിയല്ലേ? ഇപ്പോഴും നിന്റെ മനസ്സിലെവിടെയോ അവക്കൊരു സ്ഥാനമില്ലേ? പറഞ്ഞു വരുന്ന മനസ്സിലായി. ഞാൻ അവളെ വിവാഹം ചെയ്യണം അല്ലേ? ഈ സോപ്പ് വാങ്ങിക്കുമ്പോൾ ചീപ്പ് ഫ്രീ എന്ന് പറയുമ്പോഴത്തെ ഒരു അട്രാക്ഷൻ ഇതിലുണ്ട്. അവളെ കെട്ടിയാൽ ഒരു കൊച്ചു ഫ്രീ അല്ലേ? ബേബി ചായനാണ് ഇങ്ങനെ ഒരു അവസ്ഥ വന്നിരുന്നെങ്കിൽ എന്ത് ചെയ്യുമായിരുന്നു? ഞാനാണെങ്കിൽ സ്വീകരിക്കും. അതുകൊണ്ടാണ് നിന്നോട് പറഞ്ഞത്. എങ്കിൽ സ്വീകരിക്കേ. നട്ടല് നിവൃത്തി എന്ന് പറ. നിങ്ങളാണ് ആ കൊച്ചിന്റെ അച്ഛനെന്ന്. ബോബി, എല്ലാം എനിക്കറിയാം. തകർന്നു പോയി ഞാൻ കേട്ടപ്പോ. എന്റെ മനസ്സിൽ ആകാശത്തോളം ഒരു കോട്ട കെട്ടി ഉയർത്തി അതിനുള്ളിൽ ഒരു സ്വർണ്ണ സിംഹാസനം മടിച്ചാ ഞാൻ നിങ്ങളെ ഇരുത്തിയിരുന്നത്. എന്നിട്ട് കാലണ വിലയില്ലാത്ത തെരുവ് തണ്ടികൾ പോലും കാണിക്കാത്ത ചെറ്റത്തരം നിങ്ങൾ കാണിച്ചു എന്ന് അറിഞ്ഞപ്പോ നിങ്ങളോടല്ല, നിങ്ങളെ ഇത്ര അധികം ആരാധിച്ച എന്നോടാണ് എനിക്ക് പുച്ഛം തോന്നിയത്. നിങ്ങൾക്ക് എങ്ങനെ? വേണ്ട, പറഞ്ഞിടത്തോളം മതി.
ഇവിടെ ഒന്നോ വലിഞ്ഞു കയറുന്ന ഒരു തെറിച്ചപ്പെട്ടിന്റെ കുറച്ചു മുമ്പ് പറഞ്ഞല്ലോ അവൾ വളരെ നല്ല പെണ്ണാണെന്ന്. സ്വന്തം താല്പര്യങ്ങൾക്കനുസരിച്ച് നന്മയും തിന്മയും സൗകര്യപൂർവ്വം മാറ്റിമറിക്കാൻ കഴിവുള്ള ആളാണല്ലോ. അതുകൊണ്ടാണല്ലോ ഒരു പെണ്ണിനെ പഴിപ്പിച്ചിട്ട് പുല്ലുപോലെ ഒരു ഉളുപ്പില്ല ജെന്റിൽമെൻ ചവഞ്ഞ് നടക്കുന്നത്. ബഹുമാനമുള്ളൊരു കാലം ഉണ്ടായിരുന്നു. അന്നായിരുന്നെങ്കിൽ ഈ കൈ കൊണ്ടൊരു അടി കൊള്ളുന്നത് അന്തസ്സായിട്ട് കരുതിയനെ. ഇപ്പോഴതില്ല. ഞാൻ എങ്ങനാവും പ്രതികരിക്കുക എന്ന് എനിക്ക് അറിയില്ല. ബോബി, ഇനി ഇതും കൂടെ കാണാൻ ബാക്കിയുള്ളൂ. കുഞ്ഞിലെ പോലെ നിങ്ങൾ കെട്ടിപ്പിടിച്ചും പൊട്ടിച്ചിരിച്ച് നടക്കുന്ന കണ്ട് സന്തോഷം കൊണ്ട് എന്നെ കണ്ണു നിറഞ്ഞിട്ടുണ്ട്. പലതും സഹിച്ചു. ഇനി നിങ്ങൾ തമ്മിൽ തല്ലിച്ചാവുന്ന കാണാൻ എനിക്ക് വയ്യ. ഇത്രയൊക്കെ അനുഭവിക്കാൻ ഞാൻ എന്ത് പാവമാടാ ചെയ്തേ? ബോബി, എനിക്ക് നിന്നോട് ഒന്ന് പറയാനുണ്ട്. മാനവും മര്യാദയും പോകാവുന്നിടത്തോളം പോയി. ഇനി കുടുംബത്തിന് തകർച്ച ബാക്കിയുള്ളൂ. എന്റെ അധികാരമായിട്ടോ നിന്നെ വളർത്തിയതിന്റെ കൂലിയായിട്ടോ കരുതാം. നീ വേണ്ട ഡാഡി. ഡാഡി അത് പറയണ്ട. മനസ്സിലായി. എന്തൊക്കെയായാലും ഞാൻ വളർത്തു മകനല്ലേ. രണ്ടാം സ്ഥാനമല്ലേ എനിക്കുള്ളൂ. ആ കുഞ്ഞിന്റെ പിതൃത്വം ഞാൻ ഏറ്റെടുക്കാം. ഇത്രയും നാൾ എനിക്ക് ഈ വീട്ടിൽ വിളമ്പിയ ചോറിന് നന്ദി കാണിക്കാനുള്ള ഒരു അവസരമായിട്ടേ ഞാനത് കാണുന്നുള്ളൂ. ഡാഡിയുടെ മകൻ എന്നും മാന്യനായി തന്നെ കഴിയട്ടെ. ഇല്ല, ഞാനിത് സമ്മതിക്കില്ല. ഈ വിവാഹം നടക്കില്ല. എന്നെ ഇഷ്ടമല്ലാത്തതുകൊണ്ടോ നീ ഇവിടെ വന്ന ഉദ്ദേശം നടക്കാത്തതുകൊണ്ടോ? ബോബി എനിക്കിഷ്ടമായിരുന്നു, ഇപ്പോഴും ഇഷ്ടമാണ്. ഒരുപക്ഷെ പണ്ടത്തേക്കാൾ കൂടുതൽ. അന്ന് എന്റെ കുടുംബത്തിൽ നടന്ന ദുരന്തം ബോബിയെ അറിയിക്കാനാണ് ഞാൻ റൂമിൽ വന്നത്. അപ്പോഴാണ് അറിഞ്ഞത് അതിന് കാരണക്കാരനായ മനുഷ്യൻ ബോബി ആരാധിക്കുന്ന ബോബിയുടെ സഹോദരനാണ് എന്ന്. തളർന്നു പോയി ഞാൻ. അങ്ങനെയാണ് ഞാൻ അവിടെ നിന്ന് പോന്നത്. പിന്നീട് എന്റെ സഹോദരി മരിച്ചപ്പോ ഈ കുഞ്ഞൊരിക്കലും ബേബിച്ചായനൊരു ഉപദ്രവമാവരുതെന്ന് അവൾ എന്നെ കൊണ്ട് സത്യം ചെയ്യിച്ചു. അത് ഞാൻ പാലിക്കുമായിരുന്നു. പക്ഷേ ഇനി എന്നെ കൊണ്ട് അതിന് കഴിയില്ല. കാരണം? ചോദിക്കരുത്, അത് ഞാൻ പറയില്ല. എന്തുകൊണ്ട്? ഞാൻ കാരണം ഇനി ആരും കൂടുതൽ വിഷമിക്കരുത്. ബേബിയുടെ കുഞ്ഞാണെന്ന് പറഞ്ഞ് ഞാൻ ഇവിടെ വന്നിരുന്നെങ്കിൽ ഒരു തെളിവ് എനിക്കുണ്ടാവില്ലായിരുന്നു. അതുകൊണ്ടാണ് നമ്മുടെ പഴയൊരു ബന്ധത്തിന്റെ നിഴലിൽ നിന്നുകൊണ്ട് ബോബിയെ ഞാൻ ഇത്രയും വേദനിപ്പിച്ചത്. പക്ഷെ മറ്റൊരാളുടെ കുഞ്ഞിന്റെ അച്ഛനായി സ്വന്തം ജീവിതം നശിപ്പിക്കാൻ ബോബിയെ ഞാൻ അനുവദിക്കില്ല. ഞങ്ങൾ പൊയ്ക്കോളാം, ആരെയും നോവിക്കാതെ. ഒരിക്കൽ നീ എന്നെ വല്ലാതെ വേദനിപ്പിച്ചാ പോയത്. സമയമെടുത്തൊരുപാട് അത് മറക്കാൻ. എല്ലാം മറന്നു കഴിഞ്ഞപ്പോ ഓർമ്മിപ്പിക്കാൻ വീണ്ടും വന്നു. മനസ്സ് വീണ്ടും ആഗ്രഹിച്ചതുകൊണ്ടാ സ്വീകരിക്കാമെന്ന് തീരുമാനിച്ചത്. അപ്പൊ വീണ്ടും പോകുന്നു എന്ന് പറയുന്നു. ബോബി, എനിക്ക് പറയാനാവാത്ത കാര്യങ്ങൾ. നീ എന്നെ കൊരങ്ങ് കളിപ്പിക്കാനോടി? നിനക്കെന്താ എത്ര പറയാൻ വയ്യാത്ത രഹസ്യങ്ങൾ? നീ വല്ലവന്റെ ഭാര്യയാണെന്നോ? അതോ നീ ആരെങ്കിലും കൊന്നിട്ട് വരികയാണെന്നോ? അതോ അമേരിക്ക ആറ്റം നിന്റെ തലയെ കെട്ടി വെച്ചിരിക്കുകയാണെന്നോ? അതോ നീ നിന്റെ അമ്മയെ കെട്ടിക്കാൻ നടക്കാണെന്നോ? എന്താ വെച്ചാ പറ. തുടങ്ങടി. അതോടെ ലോകം അവസാനിക്കുന്നെങ്കിൽ അവസാനിക്കട്ടെ. പറയടി, പറയേ. പ്രശ്നമൊന്നുമില്ല. പൾസും പ്രഷറും ഒക്കെ നോർമലാണ്. സാധാരണ ഒരു ബോധക്ഷയമായിട്ട് പ്രൈമറി അനാലിസിസ് കാണുന്നുണ്ട്. അല്പം അനീമിക്കാണ്. ക്ലൈമറ്റ് ചേഞ്ചോ മെന്റൽ ടെൻഷനോ മറ്റോ ആകാം. ബ്ലഡ് ടെസ്റ്റിന് കൊടുത്തിട്ടുണ്ട്. വൈറ്റ് റിസൾട്ട് വരും. അതിന് ശേഷം മറ്റു വല്ല കോംപ്ലിക്കേഷൻസ് ഉണ്ടോ നോക്കാം. ഷീ വിൽ ബി ഓൾറൈറ്റ്. നത്തിങ് ടു വറി. താങ്ക് യു. ബോബി, എക്സ്ക്യൂസ് മീ. ഐ ആം റോമി, നീനയുടെ ജ്യേഷ്ഠനാണ്. എനിക്കൊരു കാര്യം പറയാനുണ്ട്.
ഇല്ല ഇല്ല, ഞാനിത് വിശ്വസിക്കില്ല. വിശ്വസിച്ചേ പറ്റൂ. ഈ അസുഖത്തിന്റെ മെഡിക്കൽ നെയിം പോളിസൈത്തീമിയ റുബ്രാവീര എന്നാണ്. രക്തത്തിലുള്ള റെഡ് ബ്ലഡ് കോർപ്പസിൽസ് അളവ് വിട്ട് കൂടുന്നതുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്. ഇത് തന്നെയായിരുന്നു അവളുടെ സഹോദരിയുടെയും അസുഖം. മരുന്നിന്റെ ശക്തി ഒന്നുകൊണ്ട് മാത്രമാണ് ഇത്രയും നാൾ പിടിച്ചിരുന്നത്. കൈവിട്ടു പോയാൽ പിന്നെ ഒരു വിധത്തിലും രക്ഷിക്കാനാവില്ല. ഇത്ര നാൾ നിങ്ങൾ എവിടായിരുന്നു? ഈ അവസാന നിമിഷത്തിലാണ് ഇതൊക്കെ വന്ന് പറയുന്നത്. പറയാൻ എനിക്ക് അനുവാദമില്ല. ഇപ്പോഴും. ആരുടെ? നീനയുടെ. Don't be stupid. ബോബി, എനിക്ക് പറയാനുള്ള ആദ്യം കേൾക്കൂ. എനിക്കൊന്നും കേൾക്കണ്ട, ഞാൻ തീരുമാനിച്ചു കഴിഞ്ഞു. മാലമോൾ അനാഥയായി വളരാൻ ഞാൻ സമ്മതിക്കില്ല. എന്റെ മകളെ പോലെ, നിങ്ങളെയൊക്കെ വളർത്തിയ പോലെ ഞാൻ അവളെ വളർത്തിക്കോളാം. അറിയാം, പക്ഷേ ഞാനും കൂടെ മരിച്ചാല് ഏട്ടന് പിന്നെ ആരാ ഉള്ളത്? പിന്നെയും ജീവിക്കണ്ടേ? ഒരു ഭാര്യ, കുഞ്ഞ്, കുടുംബം ഒക്കെ വേണ്ടേ? അവിടെ ഈ കുഞ്ഞൊരു തടസ്സമാവേ ഉള്ളൂ. കഥ പലരും മാറ്റി പറഞ്ഞു വരും. മാലമോളെ അവളുടെ അച്ഛനെ ഏൽപ്പിച്ചെന്ന ശേഷം ഏട്ടന്റെ കല്യാണം നടത്തിയിട്ട് വേണം എനിക്കൊന്ന് സമാധാനമായിട്ട് മരിക്കാൻ. ശരി, എന്നാ നീ ഒറ്റയ്ക്ക് പോണ്ട, ഞാനും കൂടെ വരാം. വേണ്ട, വെറുതെ ഒരു കുഞ്ഞിനെയും കൊണ്ട് ചെന്നാലേ അവര് സ്വീകരിക്കൊന്നുമില്ല. ചില കളികളൊക്കെ കളിക്കണം. ഏട്ടൻ വന്നാ അത് പറ്റില്ല. എന്ത് പറഞ്ഞാലും ഞാൻ നിന്നെ ഒറ്റയ്ക്ക് വിടില്ല. ഞാൻ പോവും. ഞാൻ മടങ്ങി വരുന്നതിന് മുമ്പ് ഏട്ടൻ എന്നെ കാണാൻ ശ്രമിച്ച പിന്നെ ഏട്ടന്റെ ജീവിതത്തിൽ ഒരിക്കലും ഈ നീനമുള കാണൂല. മോളെ, ഞാൻ ധൈര്യമായിട്ട് ഇവിടെ ഇരുന്നോളൂ. 2 മാസം, അതിനുള്ളിൽ ഞാൻ വരും. ഏട്ടന്റെ മടി കിടന്നേ ഞാൻ മരിക്കൂ. സത്യം പോരെ? ഞാൻ വരും. പണ്ടേ വലിയ വാശിക്കാരിയാ എന്റെ നീനമോള്. ഏട്ടനായിട്ടല്ല, അച്ഛനായിട്ടാ 2 പെങ്ങന്മാരെ ഞാൻ വളർത്തിയത്. ഒരാള് പോയി, ഒന്നുകൂടി യാത്രയ്ക്ക് തയ്യാറായി നിൽക്കുന്നു എന്നെ ഒറ്റയ്ക്കാക്കിയിട്ട്. അമ്മയുടെ അസുഖം കുട്ടികൾക്ക് ബാധിച്ചു. പക്ഷെ അവിടെയും വിധി എന്നോട് ക്രൂരതയാണ് കാണിച്ചത്. എന്നെ മാത്രം വേദനിപ്പിക്കാനായി വെറുതെ വിട്ടു. ദൈവങ്ങളിലും സാഡിസ്റ്റുകൾ ഉണ്ടായിരിക്കുമല്ലേ? നമ്മൾ എന്താ ഇപ്പൊ ചെയ്യേണ്ടത്? വെറുതെയെങ്കിലും ഒരല്പം പ്രതീക്ഷ എനിക്കിപ്പോഴും ബാക്കിയുണ്ട്. ഡോക്ടേഴ്സിനെ അറിയിക്കണം. അവളുടെ കയ്യിലുണ്ടായിരുന്ന മരുന്ന് കണ്ടെടുക്കണം. അലമാരിൽ ഈ ഒരു കൂട് മാത്രമേ ഉള്ളൂ, ഒഴിഞ്ഞൊരു കുപ്പി. ആ, ഇത് തന്നെയാ മരുന്ന്. സൈക്ലോഫോസ്ഫാമൈൻ. ജർമ്മനിയിൽ നിന്ന് വരുത്തിയതാ. 2 ദിവസത്തിൽ ഒരിക്കൽ ഇത് ഇഞ്ചെക്ട് ചെയ്യണം. അത് മുടങ്ങി കാണും. അതാ അസുഖം കൂടിയത്. ഇത് ഇവിടെ കിട്ടില്ല. മാത്രമല്ല, RBC കൗണ്ട് കൂടിക്കഴിഞ്ഞാൽ ഇതുകൊണ്ട് വലിയ പ്രയോജനമൊന്നുമില്ല. കഴിഞ്ഞ 18 മണിക്കൂറായി യാതൊരു വിധത്തിലുള്ള ട്രീറ്റ്മെന്റും കൊടുക്കാൻ കഴിഞ്ഞിട്ടുമില്ല. ഞാൻ അവളെ ബോംബെക്ക് കൊണ്ടുപോയാലോ? ഇനി നാളത്തെ ഫ്ലൈറ്റിനെ ബോംബെക്ക് പോകാനാവും. അസുഖം കൂടാതിരിക്കാൻ ഒരേ ഒരു വഴിയേ ഉള്ളൂ. വിനി സെക്ഷൻ ചെയ്ത് ബ്ലഡ് വോളിയം കുറയ്ക്കണം. എന്ന് വെച്ചാൽ പാദത്തിനടിയിലുള്ള വെയിലിൽ നിന്ന് കുറഞ്ഞത് 500 ml ബ്ലഡ് ചോർത്തിക്കൊണ്ടിരിക്കണം. അങ്ങനെ മാത്രമേ RBC ബാലൻസ് ചെയ്യാനാവൂ. അങ്ങനെ വരുമ്പോ ട്രാവൽ ചെയ്യാൻ പറ്റില്ലല്ലോ. അത് തന്നെയാ ഞാനും പറയാൻ ഉദ്ദേശിച്ചത്. അവളെ രക്ഷിക്കാൻ ഒന്നും ചെയ്യാൻ പറ്റില്ലെന്നാണോ പറയുന്നത്? ചെയ്യാനാവും, പക്ഷെ അതിനുള്ള മരുന്ന് പുറത്തുനിന്ന് കൊണ്ടുവരേണ്ടി വരും. റേഡിയോ ആക്റ്റീവ് ഫോസ്ഫറസ് എന്നാണ് അതിന്റെ പേര്. പണത്തെക്കുറിച്ച് ചിന്തിക്കണ്ട, എങ്ങനെയെങ്കിലും നീനെ രക്ഷിക്കണം. ചിക്കാഗോയിൽ എൻ്റെ ഒരു സുഹൃത്തുണ്ട്. ഞാനൊന്ന് കോണ്ടാക്ട് ചെയ്യട്ടെ. എങ്ങനെയെങ്കിലും മരുന്നെത്തിക്കാനുള്ള ഏർപ്പാട് ചെയ്യാം. പക്ഷെ അതുവരെ പേഷ്യന്റിന് വേണ്ട ആത്മവിശ്വാസവും ധൈര്യവും ഒക്കെ കൊടുക്കേണ്ടത് നിങ്ങളാണ്. അവളുടെ മനസ്സ് നോവുന്നതൊന്നും സംഭവിക്കരുത്. ഇമോഷണൽ ആവാനും അനുവദിക്കരുത്. ഈ മരുന്ന് കിട്ടിയാൽ തീർച്ചയായും രക്ഷപ്പെടുത്താനാവും. പിന്നെ ഞങ്ങൾ ഡോക്ടർമാരും മരുന്നിനെയും കഴിവിനെയും വിശ്വസിക്കുന്ന ഒന്നുണ്ട്: ഈശ്വരൻ. പ്രാർത്ഥിക്കുക. അത് മാത്രമേ തൽക്കാലം നിവൃത്തിയുള്ളൂ. ആരും ഒന്നും നഷ്ടപ്പെടണ്ട. ഈ കുഞ്ഞിനെ ഞാൻ ഇവിടെ വളർത്തിക്കോളാം. ബോബിയുടെ കുഞ്ഞായിട്ട് ഇതിനെ എല്ലാവരും അംഗീകരിച്ചു കഴിഞ്ഞു. അതുകൊണ്ട് നിനക്കിനി ഒന്നും പേടിക്കാനില്ല. ഈ വീടിനൊരു അടക്കമൊഴുക്കൊക്കെ വന്നത് നീന വന്നു കയറിന് ശേഷമാണ്. പഠിച്ചു പോകാറുന്ന നിന്റെ കുഞ്ഞുങ്ങളെ അൻസന്റെ ബഹുമാനമൊക്കെ പഠിപ്പിച്ച് മിടുക്കരാക്കിയത് അവളാ. അവക്ക് തിരിച്ചു നൽകാൻ എൻ്റെ ഒന്നുമില്ല. ഈ കുഞ്ഞിനെ ഞാൻ അംഗീകരിക്കുകയാണെങ്കിൽ അതെന്റെ സമ്മാനമായിട്ട് കരുതി മനസ്സമാധാനത്തോടെ അവൾ പോ. വേണ്ട, ഈ കുഞ്ഞെന്റേതാണ്. എന്റെ കുഞ്ഞുങ്ങളോടൊപ്പം അച്ഛനെ അറിയാതെ അവൾ വളരണ്ട. റീന അറിയട്ടെ. സ്വീകരിക്കാൻ മനസ്സുണ്ടെങ്കിൽ സ്വീകരിക്കട്ടെ.
ഒരു തെറ്റ് തിരുത്താനുള്ള എന്റെ ഈ അവസരം അവൾ നിഷേധിക്കുന്നുണ്ടെങ്കിൽ അവളേക്കാൾ വലുത് എന്റെയും എന്നെ സ്നേഹിക്കുന്നവരുടെ മനസമാധാനമാണെന്ന് എനിക്ക് തീരുമാനിക്കേണ്ടി വരും. വരുന്നില്ലേ? ഇല്ല, അവളെ കാണാൻ ഞാൻ വന്നാൽ തിരിച്ചു വരില്ലെന്ന് പറഞ്ഞ അവള് വീട് വിട്ടിറങ്ങിയത്. തിരിച്ചു വരും എന്ന് എന്നോട് പറഞ്ഞ വാക്ക് പാലിക്കാനുള്ള മോഹമെങ്കിലും അവളെ രക്ഷിച്ചേക്കും. ബോബി പൊയ്ക്കോളൂ, ഞാൻ ഇവിടേക്ക് തന്നെ ഉണ്ടാവും. ഞാൻ പറയാതെ തന്നെ ബാക്കി കഥ അറിഞ്ഞൂല്ലേ? ഒന്ന് മാത്രം ബാക്കിയുണ്ട് എനിക്ക് ചോദിക്കാൻ. മാപ്പ്. ദ്രോഹിച്ചിട്ടേ ഉള്ളൂ ഞാൻ ബോബിയെ. അന്നും ഇന്നും എന്നും വേദനിപ്പിച്ചിട്ടേ ഉള്ളൂ ഞാൻ ബോബിയെ. അന്നും ഇന്നും എന്നും. പക്ഷെ എനിക്കറിയാം എന്നെ ഇപ്പോഴും ഇഷ്ടമല്ലേ? എന്തൊക്കെ സ്വപ്നങ്ങളാണ് നമ്മൾ ഒന്നിച്ച് നെയ്തത്. എന്നിട്ടും ഒരു നിമിഷത്തിന്റെ ആവേശത്തിൽ ഞാൻ ബോബിയെ വിട്ടിട്ട് പോയി. ഒന്ന് യാത്ര ചോദിക്കാന്ന് മര്യാദ പോലും കാണിക്കാതെ. പക്ഷെ ഇപ്പോഴെനിക്കതിൽ സങ്കടമില്ല. നമ്മൾ ഒന്നിച്ച ശേഷം, നമുക്കൊരു കുടുംബം ഉണ്ടായ ശേഷം ഞാൻ പിരിഞ്ഞു പോയിരുന്നെങ്കിൽ അതിൽ നല്ലതല്ല ഇത്. ഇപ്പോഴും ഇഷ്ടമെന്ന് പറഞ്ഞതുകൊണ്ടാ ഞാനിതൊക്കെ പറയുന്നത്. പറഞ്ഞോളൂ, കേൾക്കാൻ എനിക്കിഷ്ടമാണ്. ബോബിയോട് പറയാത്തതൊന്നുകൂടെ ഉണ്ട്. എനിക്കൊരു ഏട്ടനുണ്ട്, റോമി. തിരിച്ചു വരുമെന്ന് വാക്ക് കൊടുത്തിട്ടാ ഞാൻ വന്നത്. ഞാൻ മരിച്ചാലും ഏട്ടനെ അറിയിക്കരുത്. സ്നേഹിക്കാൻ മാത്രം അറിയാവുന്ന ആ പാവത്തിനത് താങ്ങാനാവില്ല. ഞാൻ എത്തുമെന്ന പ്രതീക്ഷയോടെ കാത്തിരുന്നോട്ടെ. നിനക്കൊന്നും പറ്റില്ല. മരുന്നുടനെ കിട്ടും. അതുവരെ സന്തോഷിക്കാവുന്ന കാര്യങ്ങൾ മാത്രമേ ചിന്തിക്കാവൂ. എന്നാ ഞാനൊരു കാര്യം കാണിക്കട്ടെ? എന്താണ്? ദേ, നമ്മുടെ ആ പഴയ അപ്പൂപ്പൻ ടേപ്പ് റെക്കോർഡർ. അപ്പൂപ്പൻ ഇപ്പോഴും നാക്കിനും ചെവിക്കും കുഴപ്പമൊന്നുമില്ല. ഒന്ന് പാടാമോ? ഇപ്പോഴോ? പതുക്കെ. ദേ, അപ്പൂപ്പന്റെ ചെവി പാടിയാ മതി. സന്തോഷമായിരിക്കണമെന്ന് പറഞ്ഞില്ലേ? എന്ത് രസം എല്ലാം ഒന്ന് ഓർമ്മിക്കാൻ. നാളെ കാലത്ത് എയർ ഇന്ത്യ ഫ്ലൈറ്റിൽ മെഡിസിൻ വരുന്നുണ്ട്. പൈലറ്റിനെ കോൺടാക്ട് ചെയ്താൽ മതി എന്നാണ് മെസ്സേജ് വന്നിരിക്കുന്നത്. നീനയുടെ നില വളരെ വഷളായിക്കൊണ്ടിരിക്കുകയാണ്. എത്രയും വേഗം മരുന്ന് ഇവിടെ എത്തിക്കണം. ആരായിരിക്കും? ഞാൻ പോവാം. ഓക്കെ, വെരി ഗുഡ്. ഗുഡ് നൈറ്റ്. ഹലോ. വെരി ഗുഡ്. ബോബി എത്രയും വേഗം ഇവിടെ വരണം. യെസ് ഡോക്ടർ.
പോയി